2000 വർഷങ്ങൾക്ക് മുൻപ് യേശുവിൻ്റെ പരശുശ്രൂഷയുടെ അവസാന ദിവസങ്ങളിൽ അടുക്കുമ്പോൾ കർത്താവ് ഒരു ദിവസം തൻ്റെ പ്രവർത്തന സ്ഥലമായ ഗലീലയിൽ നിന്ന് യഹൂദ്യയിലേക്ക് അല്ലെങ്കിൽ യെരുശലേമിലേക്ക് യാത്ര ചെയ്തു. അതാണ് നമ്മൾ ഇന്ന് സുവിശേഷങ്ങളിൽ വായിച്ചത്. വിശുദ്ധ മാർക്കോസ് സുവിശേഷം 11-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. യേശു തൻ്റെ പരശുശ്രൂഷ കൂടുതൽ സമയം പ്രവർത്തിച്ചിരുന്നത് ഇസ്രായേലിൻ്റെ വടക്ക് ഭാഗത്താണ്. ഇന്ത്യയുടെ വടക്ക് ഭാഗം, വടക്കേ ഇന്ത്യ എന്ന് പറയുന്നത് പോലെ ഇസ്രായേലിൻ്റെ വടക്കൻ ഇസ്രായേലിലാണ് യേശു കൂടുതൽ സമയം പ്രവർത്തിച്ചിരുന്നത്. ആ സ്ഥലത്തിന് ഗലീല എന്നാണ് പറയുന്നത്. ഇസ്രായേലിൻ്റെ ഏകദേശം മധ്യഭാഗമാണ് യഹൂദ്യ, അവിടെയാണ് യെരുശലേം. കുറച്ചുകൂടെ താഴോട്ട്, കുറച്ചുകൂടെ തെക്ക് ഭാഗത്തേക്ക് പോയാൽ ഇസ്രായേലിൻ്റെ ബോർഡറാണ്. പിന്നെ ഈജിപ്തും ഇസ്രായേലും തമ്മിലുള്ള ബോർഡറാണ്. ഇപ്പോൾ യേശു വളരെ കുറച്ച് സമയങ്ങളിൽ മാത്രമേ തൻ്റെ പരസ്യ ശുശ്രൂഷ കാലഘട്ടത്തിൽ യെരുശലേമിൽ വന്നിട്ടുള്ളൂ. യെരുശലേം വലിയൊരു പട്ടണമാണ്. വിദ്യാഭ്യാസത്തിൽ വളർന്ന ആൾക്കാരാണ്, സാംസ്കാരിക സമ്പന്നരാണ്. അതുകൊണ്ട് അവിടുത്തെ ആൾക്കാർക്ക് അവരുടെ രീതിയിൽ യേശു സംസാരിച്ചിരുന്നു. അവിടുത്തെ യേശുവിൻ്റെ പ്രസംഗങ്ങൾക്കെല്ലാം വ്യത്യസ്തതകളുണ്ടായിരുന്നു. എന്നാൽ യേശു ഈ ഗലീലയിൽ പ്രസംഗിക്കുമ്പോൾ പാവപ്പെട്ട ആൾക്കാരോട് പ്രസംഗിക്കുന്ന രീതിയിലാണ് പ്രസംഗിച്ചിരുന്നത്. കാരണം ഗലീല ഒരു പാവപ്പെട്ട ആൾക്കാരുടെ സ്ഥലമാണ്. ദരിദ്രന്മാർ, ആട് മേയ്ക്കുന്നവർ, കർഷകർ, മീൻപിടുത്തക്കാർ, ഇവരൊക്കെയാണ് ഗലീലയിൽ ഉള്ളത്. ഗലീലയിൽ യേശുവിൻ്റെ സ്വന്തം സ്ഥലം നസ്രത്തിലാണ്. കുറെ കഴിഞ്ഞപ്പോൾ തൻ്റെ സ്ഥലം യേശു മാറ്റി കഫർന്നഹൂമിലേക്ക് താമസം മാറ്റി. കഫർന്നഹൂം എന്ന് പറയുന്നത് ഗലീല കടലിൻ്റെ കരയിലുള്ള ഒരു ചെറിയ തുറമുഖമാണ്, പ്രദേശമാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ആ ഭൂപ്രദേശം നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ ഗലീലയിൽ നിന്ന് വളരെ കുറച്ച് മാത്രം യെരുശലേമിൽ വന്നിരുന്ന കർത്താവ് തൻ്റെ പരശുശ്രൂഷയുടെ അവസാന കാലഘട്ടം എത്തിയപ്പോൾ ഒരു വലിയ പെരുന്നാൾ നടക്കുകയാണ്. യഹൂദന്മാർക്ക് 7 പെരുന്നാളുകളുണ്ട്. അതിൽ ചില പെരുന്നാളുകൾ തമ്മിൽ ബന്ധപ്പെട്ടതാണ്. പെരുന്നാളുമായി ബന്ധപ്പെട്ട് യഹൂദന്മാരെല്ലാവരും യെരുശലേമിലേക്ക് വരും. എവിടെയാണെങ്കിലും, ചില യഹൂദന്മാർ ലോകത്തിൻ്റെ എവിടെ ആണെങ്കിലും അവിടെ വരും, ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും. ഇപ്പോൾ ഗലീലയിൽ നിന്നും വരും. അങ്ങനെ യേശു അവിടെ നിന്ന് യെരുശലേമിലേക്ക് വരികയാണ്. അങ്ങനെ യെരുശലേമിലേക്ക് വരുമ്പോൾ സാധാരണ യേശു താമസിക്കുന്നത് തീർത്ഥാടകരും ഇങ്ങനെയുള്ള യാത്രക്കാരുമൊക്കെ യെരുശലേമിൽ വരുമ്പോൾ സ്വന്തമായിട്ട് യെരുശലേമിൽ വീടില്ലാത്തവർ താമസിക്കുന്നത് ഒന്നുകിൽ ഒലിവ് മലയിലാണ്. അവിടെ ആ മലമ്പ്രദേശത്ത് പോയി താമസിക്കാനുള്ള സ്ഥലമുണ്ട്. യേശു ഒലിവ് മലയിൽ താമസിച്ചിരുന്ന സ്ഥലം ഇപ്പോഴും ഉണ്ട്. അല്ലെങ്കിൽ യേശുവിൻ്റെ ഒരു സുഹൃത്തുണ്ട്. യെരുശലേമിൽ നിന്ന് ആ മലയിൽ നിന്ന് ഇറങ്ങി കുറച്ചുകൂടെ മുമ്പിലോട്ട് പോയാൽ ഒരു സ്ഥലമുണ്ട്, ബഥാന്യ. യേശുവിൻ്റെ സുഹൃത്തിൻ്റെ വീട് അവിടെയുണ്ട്. സുഹൃത്തിൻ്റെ പേര് ലാസർ എന്നാണ്. അല്ലെങ്കിൽ ലാസറിൻ്റെ വീട്ടിൽ പോയി താമസിക്കുക പതിവാണ്. ഇതാണ് പതിവ്. അങ്ങനെ ബഥാന്യയിൽ യേശു പോയി താമസിച്ചിരിക്കണം. അങ്ങനെ ബഥാന്യയിൽ നിന്ന് യെരുശലേമിലേക്ക് ഉത്സവത്തിന് യേശു വരികയാണ്. പക്ഷേ കർത്താവിൻ്റെ ലക്ഷ്യം വേറെയായിരുന്നു. യാത്രക്കാരോടൊപ്പം യെരുശലേമിലേക്ക് യേശു വരുന്ന ആ ദിവസം യെരുശലേമിനോട് സമീപിച്ചു. അങ്ങനെയാണ് മാർക്കോസ് എഴുതി തുടങ്ങുന്നത്. ഒലിവ് മല അരികെ
ബേത്ത്ഫാഗയിലും ബഥാന്യയുടെയും മധ്യേ എത്തിയപ്പോൾ, ഇപ്പോൾ യെരുശലേമിൽ നിന്ന് ബഥാന്യയിൽ താമസിച്ച യേശു ബഥാന്യയിലും ബേത്ത്ഫാഗയുടെയും ഇടയിൽ ഒരു സ്ഥലത്തെത്തിയപ്പോൾ യേശു 2 ശിഷ്യന്മാരെ അയച്ചിട്ട് പറഞ്ഞു, അതിനടുത്ത ഗ്രാമത്തിലേക്ക് ചെല്ലുവിൻ. അവിടെ കടന്നാൽ ഉടനെ തന്നെ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും, അതിനെ അഴിച്ചു കൊണ്ടുവരുവിൻ എന്ന് പറഞ്ഞു. ഇത് ചെയ്യുന്നത് എന്ത് എന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ, കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറവിൻ, അതിൻ്റെ ഉടമസ്ഥൻ ക്ഷണത്തിൽ ഉടനെ അതിനെ ഇങ്ങോട്ട് അയക്കും എന്ന് പറഞ്ഞു. ഈ സംഭവം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. എല്ലാവരും ഇതിനെക്കുറിച്ച് ചെറിയ സൺഡേ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. ഈ 2 ശിഷ്യന്മാർ പോയി പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞു കൊടുത്ത സൂചിപ്പിച്ച ആ ഗ്രാമം കണ്ടു. ആ ഗ്രാമത്തിലെ കഴുതക്കുട്ടിയെ കണ്ടു. അതിനെ അഴിക്കാൻ പോയി. അഴിച്ചപ്പോൾ ഉടമസ്ഥർ ചോദിക്കുന്നു, കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയുന്നു. അങ്ങനെ ആ കഴുതക്കുട്ടിയെ വിട്ടുകൊടുക്കുന്നു. ആ കഴുതക്കുട്ടിയെയും കൊണ്ട് കർത്താവ് നിൽക്കുന്നിടത്ത് ശിഷ്യന്മാർ വരുന്നു. അപ്പോൾ യേശു ഏകദേശം ഒലിവ് മലയിൽ എത്തിക്കഴിഞ്ഞു ബഥാന്യയിൽ നിന്ന്. അപ്പോൾ അവിടെ ഈ പെരുന്നാളിനൊരു പ്രത്യേകതയുണ്ട്. ധാരാളം ആൾക്കാർ വരും, പലയിടത്തുനിന്നും യഹൂദന്മാർ വരും. അപ്പം അങ്ങനെ യേശു നടന്നു വരുമ്പോൾ യേശുവിനെ അവർ ആ കഴുതയുടെ പുറത്ത് കയറ്റുന്നു, അല്ലെങ്കിൽ കഴുതപ്പുറത്ത് യേശു കയറുന്നു. ഒലിവ് മലയുടെ ഉയരുന്ന ഭാഗത്തിൽ നിന്ന് താഴേക്ക് നടന്നു വരുന്നു. നടന്നു വരുമ്പോൾ സാധാരണ വരുന്ന ഒരു കാഴ്ചയല്ലാതെ അവിടുത്തെ ആൾക്കാരെല്ലാം നടന്നാണ് ആ മല ഇറങ്ങി. അടുത്ത മലയിലാണ് യെരുശലേം ദേവാലയം, അവിടേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഒരു മലയിൽ നിന്ന് ഇറങ്ങി മറ്റൊരു മലയിലേക്ക് കയറണം. ആ മലയിലേക്ക് യേശു ഇങ്ങനെ ഇറങ്ങുന്ന ആ ഒലിവ് മലയിലേക്ക് ഇറങ്ങുന്ന സ്ഥലത്തെത്തിയപ്പോൾ കഴുതയുടെ പുറത്ത് കയറുന്നു. ഒരു അൺയൂഷ്വലായിട്ടുള്ള, സാധാരണ അല്ലാത്ത ഒരു കാഴ്ച കണ്ടതുകൊണ്ടായിരിക്കാം ആൾക്കാർ വളരെ എക്സൈറ്റഡ് ആകുന്നു. ആവേശത്തോടെ, ഒരു പരിചയവും ഇല്ലാത്തവരും, മിക്കവാറും പരിചയമില്ലാത്തവരായിരിക്കും. കാരണം യെരുശലേമിൽ യേശുവിനെ വളരെ കുറച്ച് മാത്രമേ ആൾക്കാർ കണ്ടിട്ടുള്ളൂ. ചിലർ വിചാരിച്ചു ഇത് രാജാവാണ്, കാരണം കഴുതപ്പുറത്ത് വരുന്നത് സാധാരണക്കാരല്ല. ഞാനത് തുടർന്ന് പറയാം. നമ്മുടെ നാട്ടിൽ നമ്മുടെ പ്രസംഗിമാരൊക്കെ തെറ്റായി നമ്മളെ പഠിപ്പിച്ചു വച്ചിട്ടുണ്ട്. യേശു കഴുതപ്പുറത്ത് വന്നത് ഒരു പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവനായിട്ട്, ദരിദ്രനായിട്ട്, താഴ്മയായിട്ട് വന്നതാണ് എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെയൊന്നുമല്ല. യഹൂദന്മാരിടയിൽ ആ പശ്ചാത്തലത്തിൽ കഴുതപ്പുറത്ത് വരിക എന്ന് പറഞ്ഞാൽ രാജാക്കന്മാരാണ് വരുന്നത്. സമാധാനത്തിൻ്റെ അടയാളത്തിന് വേണ്ടി കഴുതപ്പുറത്തും യുദ്ധത്തിൻ്റെ അടയാളത്തിന് വേണ്ടി കുതിരപ്പുറത്തുമാണ് രാജാക്കന്മാർ വരുന്നത്. ഇന്ന് നമ്മൾ ഇസ്രായേലിൽ പോയാൽ, ഇസ്രായേൽ, ജോർദാൻ, ഈജിപ്റ്റ്, സിറിയ തുടങ്ങിയ ഏത് രാജ്യങ്ങളിൽ പോയാലും ആട് മേയ്ക്കുന്നവരെ കാണാം. ആട്ടിൻകൂട്ടം, ഇടയന്മാരെ കാണാം. അപ്പോൾ ഒരു വലിയൊരു ആട്ടിൻകൂട്ടവുമായിട്ട് ഇങ്ങനെ ഇടയന്മാർ പോകുമ്പോൾ, ഒരു 100, 200, 300 ആടുകളെ കൊണ്ടുപോകുമ്പോൾ, നമ്മുടെ ഇന്ത്യയിലുമുണ്ട്, തമിഴ്നാട്, ആന്ധ്ര, നോർത്ത് ഇന്ത്യയിലൊക്കെ ധാരാളമുണ്ട്. പക്ഷെ ഇവിടെ ഇല്ലാത്തൊരു പ്രത്യേകത ഈ കിഴക്കൻ രാജ്യങ്ങളിൽ, ഞാൻ പറഞ്ഞ രാജ്യങ്ങളിലെല്ലാം ഉണ്ട്. ഇസ്രായേലിൽ കുറവാണ്, ജോർദാനിലുണ്ട്, പാലസ്തീനിലുണ്ട്, ഈജിപ്തിലുണ്ട്, എവിടെ പോയാലും കാണാം. അവിടുത്തെ ഒരു പ്രത്യേകത, ഈ ആട്ടിൻകൂട്ടം എവിടെയൊക്കെ കാണുമോ അതിൻ്റെ മുൻപിൽ, ഏറ്റവും മുൻപിൽ ഒരു സുന്ദരനായ ഒരു കഴുതയെ കാണും. അപ്പോൾ നിങ്ങൾ ചോദിക്കാം, കഴുത എങ്ങനെ സുന്ദരനാകണമെന്ന്? നല്ല ഉടുപ്പൊക്കെ ഇടിപ്പിച്ച്, നല്ല വസ്ത്രമൊക്കെ അതിൻ്റെ മുകളിൽ ഇട്ട്, തലയിലൊക്കെ കെട്ടി, കളർ തുണികളൊക്കെ വിരിച്ച് ഒരു കഴുതയെ ഇങ്ങനെ മുമ്പിൽ നടത്തിക്കൊണ്ട് പോകും.
അതിൻ്റെ മുകളിൽ ഒരു ഭാരവും വയ്ക്കില്ല. ആ കഴുതയാണ് ഈ ആടുകളുടെ ലീഡർ ഇന്നും. പിന്നെ ആട്ടിടയൻ കാണും, മറ്റാൾക്കാർ കാണും. പക്ഷെ ഒരു കഴുത ഉണ്ടാവുക എന്നുള്ളത് ഉറപ്പാണ്. ഒരു ആട്ടിൻകൂട്ടം ഉണ്ടെങ്കിൽ ഇറങ്ങി നോക്കിയാൽ ഒരു കഴുത ഏറ്റവും ഫ്രണ്ടിൽ കാണും. കഴുത അവരുടെ ഒരു നേതൃത്വത്തിൻ്റെ അടയാളമായിട്ടാണ് അവർ വച്ചിരിക്കുന്നത്. ഇന്നും അങ്ങനെയാണ്. പിന്നെ അത്യാവശ്യം ഈ ഇടയൻ്റെ സാധനങ്ങൾ, ആഹാര സാധനങ്ങളോ വസ്ത്രങ്ങളോ ഒക്കെ അതിൻ്റെ പുറത്ത് വച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു വിഴുപ്പ് ചുമക്കുന്ന മൃഗമായിട്ടല്ല കഴുതയെ അവർ കാണുന്നത്. അതുപോലെ അവിടെ ധാരാളം മൊണസ്ട്രികളുണ്ട്, മഠങ്ങളുണ്ട്. ഈ മഠങ്ങളിലൊക്കെ താമസിക്കുന്ന മഠാധിപന്മാർ ഏറ്റവും മുകളിൽ, വലിയ മലയുടെയൊക്കെ മുകളിൽ, സീനായിലൊക്കെ ഉണ്ട് ഇന്നും. സെൻറ്റ് കാതറിൻ മൊണാസ്ട്രി എന്നൊരു മൊണാസ്ട്രി ഉണ്ട്. ആ മൊണാസ്ട്രിയുടെ അധിപൻ, ആ മഠത്തിൻ്റെ അധിപൻ ക്രിസ്തീയ ഓർത്തഡോക്സ് സഭയുടെ, ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയുടെ ഒരു മൊണാസ്ട്രിയാണത്. അതിൻ്റെ അധിപൻ താമസിക്കുന്നത് മലയുടെ ഏറ്റവും മുകളിലാണ്. വല്ലപ്പോഴും മാത്രമേ അദ്ദേഹം താഴോട്ടിറങ്ങി വരാറുള്ളൂ. അദ്ദേഹം പോകുന്നതും വരുന്നതും കഴുതയുടെ പുറത്താണ്. കാരണം കഴുതയ്ക്ക് മാത്രമേ ഇതിൻ്റെ മുകളിൽ കയറാൻ പറ്റൂ. അപ്പോൾ ഇതിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു റോയൽ മൃഗമാണ് കഴുത. ഇനിയിപ്പോൾ നാളെ ഈ ഭൂലോകത്തിലുള്ള എല്ലാ പള്ളികളിലും അച്ഛന്മാരും പാസ്റ്റർമാരും കഴുതയെ ചീത്ത പറഞ്ഞ് പ്രസംഗിക്കുന്ന പ്രസംഗങ്ങളാണ്. ഉള്ള ചീത്തയെല്ലാം ഈ കഴുതയെ പറയും. കഴുത അങ്ങനെയാണ്, ഇങ്ങനെയാണ്, ഏറ്റവും മോശമായ മൃഗമാണ്, ഈ മൃഗത്തിൻ്റെ പുറത്താണ് യേശു പോയത്, ഇന്നത്തെ ബിഷപ്പുമാരൊക്കെ പോണത് ബെൻസിലാണ് എന്നൊക്കെ പറഞ്ഞ് ഇതിനെ കമ്പയർ ചെയ്ത് ചീത്ത പറയുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം. അപ്പോൾ ഇന്ന് ഓൺലൈനിലൊക്കെ കേട്ടെങ്കിലും അച്ഛന്മാർ പഠിക്കണം, അങ്ങനെയൊന്നും അല്ല കഴുതയെ വേദപുസ്തകത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ കഴുത എന്ന് പറയുന്നത്, നമ്മൾ കഴുതേ എന്ന് മലയാളികൾ വിളിക്കാറുണ്ടെങ്കിലും, മലയാളികൾ പിന്നെ എല്ലാവരെയും എന്തും വിളിക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് വെച്ച് നമ്മളൊരിക്കലും ഈ കഴുതയെ കാണാനായിട്ട് പാടില്ല. ബൈബിളിൽ അനേകം തെളിവുകൾ ഉണ്ട്. ആ തെളിവുകളും കൂടെ പറഞ്ഞിട്ട് നമുക്ക് തിരിച്ചു വരാം. ന്യായാധിപന്മാരുടെ പുസ്തകം വേണമെന്നുള്ളവർക്ക് എഴുതിയെടുക്കാം, അല്ലെങ്കിൽ ഇത് ഓൺലൈനിൽ കിടക്കും, നിങ്ങൾക്ക് പിന്നെയും കാണാം. 10-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ തെളിവുകളില്ലാതെ ഞാൻ ഒന്നും പറയാറില്ല. അതുകൊണ്ട് എന്തെങ്കിലും പറയുന്നതല്ല എന്ന് പറയാനാണ് ഈ വേദഭാഗവും കൂടെ പറയുന്നത്. ന്യായാധിപന്മാരുടെ പുസ്തകം 10-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യത്തിൽ പറയുന്നു, 22 വർഷം ഇസ്രായേലിന് ന്യായാധിപനായിരുന്ന ഗലയാദ്യനായ യായീർ എന്ന ന്യായാധിപന് കഴുതപ്പുറത്ത് കയറി ഓടിക്കുന്ന 30 പുത്രന്മാരുണ്ടായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ കഴുത എന്നൊരു മൃഗം ന്യായാധിപന്മാരുടെ മക്കൾക്ക്, രാജകുമാരന്മാർക്കുണ്ടായിരുന്ന മൃഗമാണ് എന്ന് അവിടെ പറയുന്നു. 2 ശമൂവേൽ 16:1 മെഫീബോശത്തിൻ്റെ ഭൃത്യനായ സീബ കഴുതപ്പുറത്ത് യാത്ര ചെയ്തു എന്ന് പറയുന്നു. രാജകുമാരൻ്റെ ഭൃത്യനായ സീബ. 2 ശമൂവേൽ 15:12 16:23 ദാവീദിനും അബ്ശലോഹോമിനുമൊക്കെ, ദാവീദ് രാജാവ് ഉപദേശം നൽകിയിരുന്ന സമർത്ഥനായ മന്ത്രി അഹീതോഫൽ മന്ത്രി യാത്ര ചെയ്തിരുന്നത് കഴുതപ്പുറത്താണ് എന്ന് എഴുതിയിരിക്കുന്നു. 2 ശമൂവേൽ 19:26 ശൗലിൻ്റെ മകനായ മെഫീബോശത്ത് രാജകുമാരൻ, പ്രിൻസ് രാജകുമാരൻ കഴുതപ്പുറത്ത് യാത്ര ചെയ്തു എന്ന് എഴുതിയിരിക്കുന്നു. 2 ശമൂവേൽ 13:29 പിന്നെയും അനേക രാജകുമാരന്മാർ ആ കാലങ്ങളിൽ കഴുതപ്പുറത്താണ് യാത്ര ചെയ്തിരുന്നത് എന്ന് എഴുതിയിരിക്കുന്നു. 1 രാജാക്കന്മാർ 1:33 രാജാവായിട്ട് അഭിഷേകം ചെയ്യാൻ ദാവീദിൻ്റെ മകനായ ശലോമോൻ വന്ന വാഹനം ഇന്ന് മെർസിഡീസ് ബെൻസിലോ പിന്നെന്താണ്
വേറെ ഒരുപാട് വാഹനങ്ങളുടെ പേരൊക്കെ ഉണ്ടെന്ന്. അങ്ങനെയുള്ള വാഹനത്തിലൊക്കെ വരേണ്ടതിന് പകരം രാജാവായിട്ട് അഭിഷേകം നടക്കുന്ന ദിവസം ദാവീദിൻ്റെ മകനായ ശലോമോൻ രാജകുമാരനെ കഴുതപ്പുറത്താണ് അവർ കൊണ്ടുവന്നത് എന്ന് കാണുന്നു. അപ്പോൾ ഇതൊന്നും ഹീനമായ അടയാളങ്ങളല്ല. ഇതെല്ലാം വന്ന് റോയലായിട്ടുള്ള രാജകീയമായ വരവുകളായിരുന്നു. ഒരു രാജാവ് കഴുതപ്പുറത്താണ് വരുന്നതെങ്കിൽ അത് സമാധാനത്തിന് വേണ്ടിയും, കുതിരപ്പുറത്താണ് വരുന്നതെങ്കിൽ യുദ്ധത്തിന് വേണ്ടിയുമായിരുന്നു എന്ന് കരുതപ്പെട്ടിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അന്ന് യേശു പറയുകയാണ്, നിങ്ങൾ ചെന്ന് ആരും കയറിയിട്ടില്ലാത്ത ഒരു കഴുത അല്ലെങ്കിൽ ഒരു കഴുതക്കുട്ടി, അവിടെ കഴുതക്കുട്ടി എന്ന് പറഞ്ഞാൽ കൊച്ചുകുട്ടിയല്ല, ഒരു യങ് ഡോങ്കി, വളരെ യുവത്വമുള്ള ഒരു കഴുതയെ നിങ്ങൾ കാണും, അതിനെ അഴിച്ചു കൊണ്ടുവരുവിൻ. ആരെങ്കിലും ചോദിക്കുകയാണ് ഇതെന്തിനാണ് അഴിക്കുന്നതെന്ന് ചോദിച്ചാൽ, കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയുവിൻ. ഒരു രഹസ്യം പറഞ്ഞു കൊടുക്കുകയാണ്. അവിടെ യേശുവിന് ആവശ്യമുണ്ടെന്നല്ല, കർത്താവിന്, ദ ലോർഡ് നീഡ്സ് ഇറ്റ്. അവിടെ കർത്താവെന്ന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് യഹോവ എന്ന വാക്കിന് സമാനമായ ഒരു പദമാണ്. യഹോവയല്ല ഉപയോഗിച്ചിരിക്കുന്നത്, സമാനമായ പദമാണ്. അപ്പോൾ ദൈവത്തിന് ആവശ്യമുണ്ട്. അപ്പം നേരത്തെ പ്രീ പ്ലാൻഡായിട്ട് കർത്താവ് ചെയ്തിരുന്ന ഒരു കാര്യമായിരുന്നു, യാദൃച്ഛികമായിട്ടൊന്നും സംഭവിച്ചതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. ഞാനൊരു അല്പം ചരിത്രം പറഞ്ഞതേ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് വലിയ പ്രയോജനമൊന്നുമില്ല. ഇവിടെ വന്നതൊക്കെ കേൾക്കുമ്പോൾ കുറച്ച് ശരിയായിട്ട് മനസ്സിലാക്കണമല്ലോ, അതുകൊണ്ട് ഇന്ന് ശരിയായി മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ യേശു ഒലിവ് മലയുടെ പുറത്തു നിന്ന് മുകളിൽ വെച്ച് നേരത്തെ തന്നെ പ്ലാൻ ചെയ്തതനുസരിച്ച് കഴുതയെ കൊണ്ടുവരുന്നു. ആ കഴുതപ്പുറത്ത് യേശുവിനെ കയറ്റുന്നു. യേശു കയറി വരുന്നു. അതുകൊണ്ടാണ് ജനം യേശുവിനെ കണ്ടപ്പോൾ, ഒരു പരിചയമില്ലാത്ത ആൾക്കാർ പോലും, കാരണം അന്ന് പെരുന്നാളായതുകൊണ്ട് വലിയൊരു കൂട്ടം ജനം ലോകത്തിൻ്റെ പല ഭാഗത്ത് നിന്ന് യാത്ര ചെയ്ത് യെരുശലേമിലേക്ക് പോകുന്ന വഴിയാണത്. അതുകൊണ്ട് കണ്ടവരെല്ലാം നിലവിളിച്ചു. എന്താണ് നിലവിളിച്ചത്? എന്താണ് നിലവിളിച്ചത്? ഉറക്കെ പറയൂ. ഹോശന്ന എന്ന് നിലവിളിച്ചു. അറിയാവുന്നവർ ഉറക്കെ പറയൂ. എന്ത് നിലവിളിച്ചു? ഇവിടെയാണോ നിങ്ങൾ ഇരിക്കുന്നത്? അതോ കഴുതപ്പുറത്താണോ ഇരിക്കുന്നത്? കഴുതയെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണോ? ഹോശന്ന എന്ന് നിലവിളിച്ചു. ഹോശന്ന എന്നത് ഒരു സ്തുതിയുടെ വാക്കല്ല. അടുത്ത കോൺട്രവേഴ്സിയാണ്. നമ്മൾ കൈ ഉയർത്തി ഹോശന്ന പറഞ്ഞ് സ്തുതിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഹോശന്ന എന്നതൊരു സ്തുതിയുടെ വാക്കല്ല. ഹോശന്ന എന്നത് ഒരു നിലവിളിയുടെ വാക്കാണ്. ഹോശന്ന എന്ന വാക്കുണ്ടായത്, അതിൻ്റെ ഹീബ്രു പദം ഹോഷിയാന എന്നാണ്. അതിൻ്റെ അർത്ഥം സേവ് അസ് പ്ലീസ്, ഞങ്ങളെ ദയവായി രക്ഷിക്കണമേ എന്നാണ്. ഞങ്ങളെ ദയവായി രക്ഷിക്കണമേ. അപ്പം കഴുതപ്പുറത്ത് വരുന്ന ഒരു വ്യക്തി വരുന്നത് കാണുമ്പോൾ അതൊരു രാജകീയ വരവാണ് എന്ന് മനസ്സിലാക്കിയിട്ട്, ഓ രാജാവായിരിക്കാം, അല്ലെങ്കിൽ രാജാവാകാൻ വരുന്നവനായിരിക്കാം, അല്ലെങ്കിൽ മെസ്സിഹയായിരിക്കാം. യെരുശലേമിൽ ഇതാ മെസ്സിഹ വന്നിരിക്കുന്നു, മെസ്സിഹ വെളിപ്പെട്ടിരിക്കുന്നു, ക്രൈസ്റ്റ് ഹാസ് കം. അവർ ക്രിസ്തുവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങളെ രക്ഷിക്കണമേ എന്നുള്ള ജനങ്ങളുടെ നിലവിളിയാണ് ഹോശന്ന. പക്ഷെ അതിൻ്റെ കൂടെ വേറൊരു വാക്കുകൂടെ അവർ പറഞ്ഞു, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഇത് കേൾക്കുമ്പോഴാണ് നമ്മൾ ഹോശന്ന സ്തുതിയാണ് എന്ന് തെറ്റിദ്ധരിച്ചത്. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു എന്നുള്ളത് ആര് വന്നാലും ആ പെരുന്നാൾ നാളുകളിൽ ജനങ്ങൾ ആർത്തിട്ട് ഗ്രീറ്റ് ചെയ്ത് വെൽക്കം ചെയ്ത് പറഞ്ഞിരുന്ന, സ്വാഗതം ചെയ്ത് പറഞ്ഞിരുന്ന ഒരു സങ്കീർത്തന വചനമാണ്. അത് 118-ാം സങ്കീർത്തനത്തിൽ വചനമാണ്. യെരുശലേമിലേക്ക് വരുന്ന ആൾക്കാരെ കാണുമ്പോൾ അവരെ ഗ്രീറ്റ് ചെയ്ത് വെൽക്കം ചെയ്ത്, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, വന്നാലും സ്വാഗതം, ശാലോം, സമാധാനം നിങ്ങളോടൊപ്പം ഇരിക്കട്ടെ
എന്ന് പറഞ്ഞ് വെൽക്കം ചെയ്യാറുണ്ട്, സ്വാഗതം ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ കർത്താവിനെ സ്വാഗതം ചെയ്തതാണ് കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്ന് കുറേ പേരും, അതേസമയം ഞങ്ങളെ രക്ഷിക്കണമേ ഹോശന്ന ഇത് നിലവിളിക്കുകയും ചെയ്തു. ദാവീദിൻ്റെ പുത്ര എന്ന് പറഞ്ഞ മെശിഹായേ, ക്രിസ്തുവേ ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളെ ഇപ്പോൾ രക്ഷിക്കണമേ. ഇറ്റ്സ് എ ക്രൈ ഫോർ സാൽവേഷൻ. അത് രക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു നിലവിളിയായിരുന്നു. പ്രിയപ്പെട്ടവർ, 2000 വർഷങ്ങൾക്ക് മുൻപ് നാളെ എന്നുപോലത്തെ ഒരു ദിവസം ഒരു വലിയ കൂട്ടം ജനത്തിൻ്റെ നിലവിളി രാജാവിനെ നോക്കി, പിതാവായ ദൈവം ഭൂമിയിലേക്ക് മനുഷ്യൻ രക്ഷിക്കാൻ അയച്ച മനുഷ്യപുത്രനെ നോക്കി വിളിച്ച വിളിയാണ്, ഞങ്ങളെ ഇപ്പോൾ രക്ഷിക്കണമേ. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ. 118-ാം സങ്കീർത്തനം 25-ാം വാക്യം ഉദ്ധരിച്ചുകൊണ്ട് അവിടെ വരുന്ന തീർത്ഥാടകരെ കണ്ടുകൊണ്ട് പറയുന്ന വചനം യേശുവിനോട് പറഞ്ഞെങ്കിലും പ്രധാനമായി അവർ വിളിച്ചത് രക്ഷിക്കണമേ എന്നായിരുന്നു. അതേസമയം നമുക്കറിയാം, നമ്മളിപ്പോൾ ഇത് രണ്ടും ചേർത്ത് പറയാറുണ്ട്. സ്തുതിയായിട്ടും പറയാറുണ്ട്, രക്ഷിക്കണമേ എന്നാരും ഹോശന്നയ്ക്ക് പറയാറില്ല. പക്ഷെ ഇന്നോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പറയാം. ഇതെന്ത് പറഞ്ഞാലും തെറ്റില്ല. കാരണം നമ്മുടെ ഹൃദയങ്ങളെയാണ് ദൈവം പരിശോധിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ അർത്ഥം ഞാനിങ്ങനെ പറഞ്ഞെന്നാണ്. ജനം അന്നത്തെ സാഹചര്യത്തിൽ ഇത് കർത്താവാണ് എന്നറിഞ്ഞുകൊണ്ട് സ്തുതിച്ചതല്ല, ആരാധന നടന്നതല്ല. റോഡിൻ്റെ കരയിൽ ഇന്നത്തെ ആൾക്കാർ ധരിക്കുന്നത് പോലെ അന്ന് പാവം പച്ച മനുഷ്യർ, ഇദ്ദേഹം ഒരുപക്ഷെ നമ്മളെ രക്ഷിക്കുമായിരിക്കും, കൈസറിൻ്റെ അടിമത്വത്തിൽ നിന്ന്, റോമൻ കിരാത ഭരണത്തിൽ നിന്ന്, മതത്തിൻ്റെ ഭരണത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കുമായിരിക്കും എന്ന് കരുതിക്കൊണ്ട് ഒരു കൂട്ടം ജനം നിലവിളിക്കുകയാണ്, ഹോശന്ന ഞങ്ങളെ രക്ഷിക്കണമേ, ദയവായി സേവ് us പ്ലീസ്. പ്രിയപ്പെട്ടവരെ, കർത്താവ് ആ വിളി കേൾക്കുകയാണ്. നമ്മുടെ നിലവിളികളും നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ സ്തുതി അർപ്പണങ്ങളും എല്ലാം ഒരുമിച്ച് നമ്മൾ അർപ്പിക്കുന്നു. നമ്മുടെ ആരാധനയിൽ സ്തുതിയുണ്ട്, സ്തോത്രമുണ്ട്, പ്രാർത്ഥനയുണ്ട്, കണ്ണുനീരുണ്ട്, നിലവിളിയുണ്ട്, അന്യഭാഷയുണ്ട്. ഒരുത്തിന് സങ്കീർത്തനം, ഒരുത്തിന് അന്യഭാഷകൾ, ഒരുത്തിന് സ്തുതി, ഒരുത്തിന് സ്തോത്രം എന്നൊക്കെ 1 കൊരിന്ത്യർ ലേഖനം 14-ാം അധ്യായത്തിൽ പറയുന്നു. ഇതെല്ലാം കൂടെ നമ്മൾ ദൈവത്തോട് അർപ്പിക്കുന്നു. ഇതെന്തർപ്പിച്ചാലും പരിശോധിക്കപ്പെടുന്നത് ഹൃദയമാണ്. എത്ര ആത്മാർത്ഥതയോടെ അത് അർപ്പിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. നമ്മുടെ ലക്ഷ്യം ഒന്ന് മാത്രമാണ്. എന്ത് നമ്മൾ വാ കൊണ്ട് പറഞ്ഞാലും നമ്മുടെ ലക്ഷ്യം കർത്താവിനോട് കരുണ തോന്നണം, കർത്താവ് എന്നെ തൊടണം, എന്നെ അനുഗ്രഹിക്കണം എന്നത് മാത്രമാണ്. ഇന്ന് പകൽ നമ്മളിവിടെ വന്നിരിക്കുമ്പോഴും നിങ്ങളിവിടെ വന്നതും എനിക്കറിയാം, കുറച്ച് സമയം ആശ്രമത്തിൽ പോയിരുന്ന് പ്രാർത്ഥിക്കാം, അതെനിക്കൊരു അനുഗ്രഹമായിരിക്കും. ഞാൻ ദൈവ സ്ഥാനത്തിൽ ഇരിക്കട്ടെ, കുറേ സമയം ഇരുന്ന് പ്രാർത്ഥിക്കട്ടെ, കുറച്ച് സമയം അവിടെയുള്ള പ്രാർത്ഥന എനിക്കൊരു അനുഗ്രഹമായിരിക്കും എന്ന് കരുതിയിട്ടായിരിക്കും നിങ്ങൾ ഇന്നിവിടെ കടന്നു വന്നത്. ഹല്ലേലൂയ. ജനങ്ങളുടെ നിലവിളി കേട്ട് കർത്താവ് ആ നിലവിളി ശ്രദ്ധിച്ചു, ആ നിലവിളിക്ക് മറുപടി കൊടുത്തു. അതാണ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ സംഭവിച്ചത്. ഞങ്ങളെ രക്ഷിക്കണമേ എന്നുള്ള വിളി, ആ വിളിക്കുള്ള മറുപടിയായിരുന്നു യെരുശലേമിൽ തന്നെ കർത്താവ് പൂർത്തീകരിച്ച് ക്രൂശിൽ ലോകം മുഴുവനെയും രക്ഷിക്കാൻ പദ്ധതി തയ്യാറാക്കിയത്. തൻ്റെ അവസാനത്തുള്ള രക്തം വരെയും ഊറ്റിക്കൊടുത്ത് യേശു യെരുശലേമിൽ മരിച്ചു. യേശു പിന്നെ ഗലീലയിലേക്ക് മടങ്ങിപ്പോകുന്നത് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം മാത്രമാണ്. യേശു അവിടെ വച്ച് തന്നെ മരിക്കുകയുണ്ടായി. നമ്മുടെ ആരാധനയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രാർത്ഥനയും സ്തുതിയും
സ്തോത്രവും എല്ലാം ഉണ്ട്. ഇതെല്ലാം സമ്മിശ്രമായിട്ടാണ് നമ്മുടെ ആരാധനയിൽ നടക്കുന്നത്. പക്ഷേ പക്വതയുള്ള ക്രിസ്ത്യാനികളായ നമ്മൾ ഇതെല്ലാം പരസ്പരം തിരിച്ചറിഞ്ഞിരിക്കേണ്ടതും ആവശ്യമാണ്. അപ്പം ഇപ്പം വരുന്ന ചർച്ച ഇതാണ്, ആരാധനയ്ക്കൊരു ക്രമമുണ്ടാകണം എന്ന് പറഞ്ഞ് ചർച്ച നടക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ അടുത്ത ചോദ്യം, എന്തോന്ന് ക്രമം? യേശു ക്രിസ്തുവിനെ ആരാധിക്കാൻ എന്താണ് ക്രമം? യേശു ക്രിസ്തു എന്തെങ്കിലും ക്രമം പറഞ്ഞിട്ടുണ്ടോ എന്നാണ് അടുത്ത് ചോദിക്കുന്നത്. അപ്പോൾ ഒരു ബിഷപ്പ് പറയുന്നു, ആരാധനയ്ക്കൊരു ക്രമമില്ലെങ്കിൽ തോന്നുന്നത് പോലെ ആൾക്കാർ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അങ്ങനെ ചെയ്ത ഒരു പയ്യനാണിത്. അപ്പം നിങ്ങളുടെ ആരാധനയ്ക്ക് പലയിടത്തും ഒരു ക്രമമില്ല എന്ന് ഒരു സീനിയർ പാസ്റ്ററോട് പറയുന്നു. നിങ്ങൾ 3-4 പാട്ട് പാടുന്നു, വായി തോന്നുന്നതൊക്കെ പ്രാർത്ഥിക്കുന്നു, ആൾക്കാർക്ക് തോന്നുന്നത് പോലെയൊക്കെ ചെയ്യുന്നു, ആൾക്കാർക്ക് സന്തോഷം തിരിച്ചു പോകുന്നു. അതല്ല ആരാധന എന്ന് ബിഷപ്പ് പറയുന്നു. അപ്പോൾ അവരുടെ ആർഗ്യുമെൻ്റ്, യേശുക്രിസ്തു എവിടെയെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ ഇങ്ങനെ ആരാധിക്കാവൂ, ക്രമമുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇതൊരു നല്ലൊരു ചോദ്യമാണ്. അത് 2-3 മിനിറ്റ് ഞാൻ പറഞ്ഞിട്ട് പോട്ടെ. ചിലർക്കത് മനസ്സിലാവും, ചിലർക്കത് മനസ്സിലാകത്തില്ലായിരിക്കും. മനസ്സിലാവണവർ മനസ്സിലാവട്ടെ. യേശുക്രിസ്തു പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ആരാധിക്കാവൂ എന്ന് ക്രമമൊന്നും പഠിപ്പിച്ചിട്ടില്ല. യേശുക്രിസ്തു ഒന്ന് മാത്രം പറഞ്ഞു, ദൈവത്തെ ആരാധിക്കുന്നവൻ അവനവൻ്റെ ആത്മാവിൽ ആരാധിക്കും. ഹല്ലേലൂയ. ശരിയാണ്. സത്യത്തിലും ആത്മാവിലും സത്യമായ ദൈവത്തെ ആരാധിക്കും, ആത്മാവായ ദൈവത്തെ എന്ന് മാത്രമേ യേശു പറഞ്ഞുള്ളൂ. എങ്ങനെ പ്രാർത്ഥിക്കണമെന്നും യേശു പറഞ്ഞു. നീയോ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ അറയിൽ കടന്ന്, കഴിഞ്ഞ ആഴ്ച അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു. അപ്പം അതിനൊരു മതത്തിൻ്റെ ചട്ടക്കൂടൊന്നും യേശു ഫ്രെയിം ചെയ്ത് പറഞ്ഞില്ല. പക്ഷേ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ, കുറച്ച് 1-2 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ആരാധനക്രമം ഉണ്ടായി. പൗലോസ് പറഞ്ഞു 1 കൊരിന്ത്യർ 14-ാം അധ്യായത്തിൽ, പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ ഓരോരുത്തന് അവനവൻ്റെ നാവിൽ കൊടുത്തതുപോലെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ വായി തോന്നുന്ന പോലെ പറഞ്ഞു എന്നർത്ഥം. എല്ലാവരും അങ്ങ് പറയാൻ തുടങ്ങി, എല്ലാവരും പ്രവചിക്കുന്നു, എല്ലാവരും യോഗശാന്തി നടത്തുന്നു, എല്ലാവരും തോന്നുന്നത് പോലെയൊക്കെ ചെയ്യുന്നു. അപ്പോൾ പൗലോസ് പറഞ്ഞു, നോ, ഇത് ശരിയാവില്ല, ഇത് ശരിയാവില്ല. അപ്പം ഇതിനൊരു ക്രമം വേണം എന്ന് പൗലോസ് പറഞ്ഞു. പരിശുദ്ധാത്മാവ് സമാധാനത്തിൻ്റെ ആത്മാവാണ്, അതുകൊണ്ട് ഇതിനൊരു ക്രമം വേണം. കേട്ടോ ഷൈനെ, അഭിലാഷൊക്കെ പഠിച്ചോളണം, ആരാധന നടത്തുന്ന എല്ലാവരും പഠിച്ചോളണം. ഇത് പൗലോസ് 1 കൊരിന്ത്യർ 14 പറഞ്ഞതാണ്. ക്രമം കെട്ട് പോണതിൻ്റെ പോക്ക് ഇപ്പോൾ തമിഴ്നാട് നടക്കുന്നതാണ്. ഇത് തന്നെയാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതും നടക്കാൻ പോണതും. ഇനി ഇതെവിടെ പോയി അവസാനിക്കുമെന്ന് കണ്ടറിയാം. അപ്പോൾ ഇതിനൊരു ഓർഡർ വേണം എന്ന് പൗലോസ് പറയാം. ഇത് 1-ാം നൂറ്റാണ്ട്. 2-ാം നൂറ്റാണ്ട് ആ ഓർഡർ ചിലരുണ്ടാക്കി, ചിലർ ഓർഡർ ഇല്ലാതാക്കി. 3-ാം നൂറ്റാണ്ടായപ്പോൾ ഈ ഓർഡർ ഉണ്ടാകണം എന്നുള്ളത് നിശ്ചയമായ ഒരു തീരുമാനമായി. ഇനി നിങ്ങൾ സഭാചരിത്രം പഠിക്കണം, ആരാധന നടത്തുന്ന എല്ലാവരും പഠിക്കണം. ബേസിൽ ദ ഗ്രേറ്റ്, മഹാനായ ബേസിൽ എന്നൊരു ദൈവഭക്തനുണ്ടായി. അദ്ദേഹത്തെയാണ് ഫാദർ ഓഫ് ലിറ്റർജി എന്നറിയപ്പെടുന്നത്, ആരാധനാക്രമത്തിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നു. ഇന്ന് നമ്മൾ കാണുന്ന ക്രൈസ്തവതയുടെ 90% കാര്യങ്ങളും പാരമ്പര്യത്തിൽ നിന്നുണ്ടായതാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, നമ്മൾ പറയുന്ന ആമേൻ, നമ്മുടെ പാട്ട്, നമ്മുടെ എല്ലാം, ഈ പാരമ്പര്യമെല്ലാം സഭാപിതാക്കന്മാരുണ്ടാക്കിയതാണ്. ഇതൊന്നും ആർക്കെങ്കിലും തോന്നിയതുപോലെ പിശാചുണ്ടാക്കിയതല്ല. ഇത് ഇല്ലാത്തടത്തെല്ലാം ക്രമക്കേടുണ്ടാകും, ഡിസോർഡർ ഉണ്ടാകും. ബേസിൽ ദ ഗ്രേറ്റ്, ഫാദർ ഓഫ് ഈസ്റ്റേൺ ലിറ്റർജി, അദ്ദേഹം 4th സെഞ്ച്വറിയിൽ 376 ആ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന ആളാണ്. അദ്ദേഹമാണ് നമ്മൾ ഇന്നത്തെ ഈ ഓർഡർ എങ്ങനെ നമ്മൾ ആരാധന നടത്തണം എന്ന് ആദ്യമായിട്ടൊരു ഫൗണ്ടേഷൻ ഇടുന്നത്. അതും വെറുതെ ഉണ്ടാക്കിയതല്ല, അതെല്ലാം വേദപുസ്തക അടിസ്ഥാനത്തിൽ വിശുദ്ധന്മാരാണ് ഇവർ. ഇവരുടെയൊക്കെ ചരിത്രം നമ്മൾ പഠിച്ചു നോക്കണം. ഇവർ പലരും രക്തസാക്ഷികളായി തീർന്നവരാണ്. ചിലരെല്ലാം പൗലൂസിനേക്കാൾ മഹാന്മാരാണ്, പത്രോസിനേക്കാൾ മഹാന്മാരാണ്.
മിസ്റ്റിക് ലൈഫ് നയിച്ചവരാണ്. തൊട്ടടുത്ത നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സെയിൻറ്റ് ജോൺ ക്രിസോസ്റ്റം ബേസിലിൻ്റെ വർക്കിനെ കുറച്ചുകൂടെ റിഫൈൻ ചെയ്തു. അദ്ദേഹം 4-ാം നൂറ്റാണ്ടിലും 5-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിലും ജീവിച്ചിരുന്ന ആളാണ്. ഇവർ രണ്ടുപേരുമാണ് നമ്മൾ ഇന്നിവിടെ ഫോളോ ചെയ്യുന്ന, ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഈസ്റ്റേൺ കൺട്രീസിലൊക്കെ ഫോളോ ചെയ്യുന്ന ആരാധനാക്രമത്തിൻ്റെ പിതാക്കന്മാർ. വെസ്റ്റേൺ കൺട്രീസിൽ, പാശ്ചാത്യ രാജ്യങ്ങളിൽ കുറച്ചുകൂടെ വ്യത്യാസമുണ്ട്. അവിടുത്തെ ആരാധനാക്രമത്തിൻ്റെ ഉപജ്ഞാതാവ് ഗ്രിഗോറി എന്ന ഒരു പിതാവാണ്. അദ്ദേഹം വെസ്റ്റേൺ ലിറ്റർജിയുടെ പിതാവാണ്. ഇതിനെ സമ്മിശ്രമാക്കിക്കൊണ്ട് കാലക്രമേണ ആരാധനയ്ക്കൊരു ക്രമമുണ്ടായി. ആദ്യം ഓർത്തഡോക്സിയിലും, പിന്നെ അത് യൂണിവേഴ്സൽ ചർച്ചായ കാത്തലിക് സഭയിലും, മാർട്ടിൻ ലൂതർ പ്രൊട്ടസ്റ്റന്റ് സഭ തുടങ്ങിയപ്പോൾ അല്പം പോലും മാറ്റാതെ വിശുദ്ധന്മാരോടുള്ള പ്രാർത്ഥനയും മറിയത്തോടുള്ള പ്രാർത്ഥനയും എടുത്തു കളഞ്ഞിട്ട് ബാക്കിയെല്ലാം അതുപോലെ പിന്തുടർന്നു. പ്രൊട്ടസ്റ്റന്റ് സഭ കുറച്ചു കാലം കഴിഞ്ഞ് ആംഗ്ലിക്കനിസം ഉണ്ടായപ്പോൾ, മറ്റ് പല സഭകളായിട്ട് അത് മാറിയപ്പോഴും ആരാധനാക്രമത്തിന് മാറ്റം വരുത്തിയില്ല. കാരണം ആരാധനാക്രമം വേദപുസ്തകാടിസ്ഥാനത്തിലുള്ളതാണ്. എന്നാണോ ഈ വേദപുസ്തക ദൈവശാസ്ത്ര ചിന്തകളെല്ലാം ഇല്ലാത്ത, ഒരു ക്രമമില്ലാത്ത ഒരു കൂട്ടരുണ്ടായപ്പോൾ ഇതെല്ലാം എടുത്തു കളഞ്ഞിട്ട് തോന്നണത് പോലെ ചെയ്യാൻ തുടങ്ങി. ഇത് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, എൻ്റർടൈൻ ചെയ്യരുത്. അപ്പം ക്രമം ഉണ്ടാകണം എന്നുള്ളത് ഒരിക്കൽ കൂടെ ഉറപ്പ് വരുത്തുന്നതാണ്. ചർച്ച നടക്കുകയാണ്. എന്തിനാണ് ക്രമം, എന്തിനാണ് ഓർഡർ, എന്തിനാണ് ഒരു ലിറ്റർജി? ഇപ്പം നടക്കുകയാണ് തമിഴ്നാട്ടിൽ. അങ്ങനെയാണെങ്കിൽ അത് യേശു ഉണ്ടാക്കിയതാണോ? യേശു ഒരു ക്രമം ഉണ്ടാക്കിയില്ല. യേശു പള്ളി ഉണ്ടാക്കിയില്ലല്ലോ. എന്നാൽ പിന്നെ പള്ളിയിൽ പോകണം എന്തിനാ? ഞാൻ കഴിഞ്ഞ ആഴ്ച ചോദിച്ചതുപോലെ, ഇപ്പോൾ പള്ളി വേണ്ടേ? നമ്മൾ എത്രയോ പള്ളി വയ്ക്കുന്നു മിഷൻ ഫീൽഡുകളിൽ, അതിനുവേണ്ടി ചിലവഴിക്കുന്നു, മിഷന്മാരെ അയക്കുന്നു, അവരെ പഠിപ്പിക്കുന്നു. അപ്പോൾ അതൊക്കെ യേശു ചെയ്തതല്ല, പക്ഷെ നമ്മൾ ചെയ്യുന്നു. അതെന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ അതൊക്കെ കാലക്രമേണ സഭ അത് ചെയ്യേണ്ടി വന്നു. സഭാ പിതാക്കന്മാർ ചെയ്തതാണ്. അങ്ങനെ സഭയുടെ പഠിപ്പിക്കൽ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് ഞാൻ പറഞ്ഞതാണ്. നമ്മളും GMI ഉണ്ടാകുന്നതിന് മുൻപ് 10 വർഷം ഞാൻ ലവാർമിക്കുസ് നടത്തിയപ്പോഴും തുടർന്ന് GMI തുടങ്ങിയപ്പോഴും ഒക്കെ ക്രമമില്ലാത്ത ആരാധനകൾ നടത്തുകയും അതിൻ്റെ ഫലമായി എത്രയോ ബ്രേക്കപ്പുകൾ, എത്ര ഇനിയും ഒരു ബ്രേക്കപ്പിന് എന്നെക്കൊണ്ട് പറ്റില്ല, അത്രമാത്രം ബ്രേക്കപ്പുകൾ ഉണ്ടായി, ശിഥിലമായി. ഒന്നുമില്ലാതെ വെറും 8-ലും 9-ലും പഠിച്ച പിള്ളേരുടെ വന്ന് അവരെല്ലാം പഠിപ്പിച്ച് എല്ലാ അവസരങ്ങളും കൊടുത്ത് അവരെ വളർത്തി വലുതാക്കി വന്നപ്പോൾ അവസാനം അവന്മാരും കൊണ്ടുപോയി കുറേ ആൾക്കാർ. ഒരു സ്തോത്രവും ഹല്ലേലൂയയും കേട്ടാൽ അതിൻ്റെ പുറകെ പോകാൻ കുറേ പെണ്ണുങ്ങളും ഉണ്ടായി. അങ്ങനെ എത്ര പിരിവുകൾ നമ്മളിൽ തന്നെ ഉണ്ടായി. അതിൽ കൂടുതലും ഈ ക്രമം കെട്ട ഡിസോർഡറിൻ്റെ പുറകെ പോയവരാണ്. ഒരു ഡീസൻറ്റ് ഓർഡറിൽ നിൽക്കാൻ, ഒരു ക്രമത്തിൽ നിൽക്കാൻ തുനിഞ്ഞവരാരും തന്നെ പോയിട്ടില്ല. സ്തോത്രം. സീനിയേഴ്സായിട്ടുള്ള ആൾക്കാർ, പക്വതയുള്ളവർ, അവരിന്നും 20-ഉം 30-ഉം 35-ഉം 40-ഉം വർഷമായിട്ട് എന്നോടൊപ്പം നിൽക്കുന്നവരുണ്ട്. ഈ അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത്. ഇപ്പോഴേ എനിക്കറിയാം ചിലർ ക്രമം കെട്ടുപോകാൻ തുടങ്ങുന്നവർ അതിൽ ഒരു ക്രമത്തിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നവരല്ല, ഔട്ട് ഓഫ് ഓർഡറാണ്. തമിഴ്നാട്ടിൽ ഈ സംഭവം കൂടെ കണ്ടപ്പോൾ എനിക്ക് വലിയ വേദന തോന്നി. ഐ വാസ് ഡീപ്ലി പെയിൻഡ്. ഇത്രയും ആയിരക്കണക്കിന് ജനങ്ങളുള്ള സഭയിൽ ഇന്ന് പള്ളി അടച്ചു പൂട്ടിയെന്ന് കേട്ടപ്പോൾ എനിക്ക് വലിയ സങ്കടം തോന്നി. കോയമ്പത്തൂരിൽ നിങ്ങളൊക്കെ അത് ചിലരൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും പ്രിയപ്പെട്ടവരെ. ആരാധന എന്ന് പറയുന്നത്, ഇവിടെ നടത്തിയ ആരാധന അതൊരു ആരാധന എന്നല്ല, അതൊരു നിലവിളിയായിരുന്നു. അത് ഉള്ളിൽ നിന്ന് വന്നൊരു നിലവിളിയായിരുന്നു. അതിൻ്റെ കൂടെ സ്തുതിയർപ്പണങ്ങളും ഉണ്ടായിരുന്നു. ആരാധനയിൽ സ്തുതിയർപ്പണവും സ്തോത്രവും പ്രാർത്ഥനയും കണ്ണുനീരും നിലവിളിയും ഇതെല്ലാം കൂടെ ചേർന്നതാണ് ആരാധന. അവിടെ അവർ യേശുവിൻ രാജാവായിട്ട് ആരാധിച്ചതൊന്നുമല്ല, അവിടെ അവർ അവരുടെ വേദനകൾ പറഞ്ഞതാണ്. അപ്രതീക്ഷിതമായി ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പ്രതീക്ഷ അർപ്പിച്ചതാണ്.
തുടർന്ന് നമ്മളൊക്കെ ദൈവത്തെ ആരാധിക്കുന്നവരാക്കി, യേശുക്രിസ്തുവിനെ ആരാധിക്കുന്നവരായി മാറി. നമ്മൾ കർത്താവിനെ ആരാധിക്കുമ്പോഴും ആ ആരാധനയുമായിട്ടുള്ള ബന്ധത്തിലും ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഒരു കാര്യമുണ്ട്, ഇതൊന്നും തന്നെ വെളിയരംഗമായി ഉപരിപ്ലവമായി സംഭവിക്കുന്നതല്ല. ഇതെല്ലാം ആത്മാവിൽ സംഭവിക്കേണ്ടതാണ്. നമുക്കും ഈ പ്രാർത്ഥന ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഞങ്ങളെ രക്ഷിക്കണമേ. ഈ നൊയമ്പ് കാലം അവസാനിക്കുന്ന ഈ ആഴ്ചയിൽ നമ്മുടെ പ്രാർത്ഥന ഇതായിരിക്കട്ടെ. അതിനുവേണ്ടിയാണ് നമ്മളിവിടെ വന്നത്. പാപത്തിൽ നിന്ന്, രോഗത്തിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, ദുഷ്ടൻ്റെ കയ്യിൽ നിന്ന്, നിരാശയിൽ നിന്ന്, നിത്യമരണത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. അതേസമയം എല്ലാ അപേക്ഷകളും, എല്ലാ സ്തുതികളും, എല്ലാ സ്തോത്രങ്ങളും കൂടെ ചേർന്നതാണ് ആരാധന. ഫിലിപ്പിയർ 4:6 പറയുന്നു, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. ബാക്കി നിങ്ങൾ പറഞ്ഞേ, നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുക, അത്രയേ വേണ്ട. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ചയിൽ എൻ്റെ ഓഫീസിൽ എന്നെ ഒരാൾ കാണാൻ വന്നു. ഒരു സീനിയറായിട്ടുള്ള ഒരാൾ. അദ്ദേഹം ജീസസ് കോൾസിൻ്റെ പ്രെയർ ടവറിൻ്റെ ഡയറക്ടറാണ്. അപ്പോൾ അദ്ദേഹത്തിന് വേറൊരു ജീസസ് കോൾസിൽ നിന്ന് അദ്ദേഹം റിട്ടയർ ചെയ്തു. വേറൊരു വലിയൊരു ഓഫീസിലേക്ക്, NCCI എന്ന് പറഞ്ഞിട്ട് വലിയൊരു ഓഫീസുണ്ട്, നാഷണൽ കൗൺസിൽ ഓഫ് ചർച്ചസ് ഇൻ ഇന്ത്യ. അതിൻ്റെ ഒരു ഡയറക്ടറായിട്ട് അവർ അപ്പോയിൻ്റ് ചെയ്യുന്നു. അപ്പോൾ അതിനൊരു റെക്കമെൻഡേഷൻ കൊടുക്കണം എന്ന് പറയാനാണ് വന്നത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ 1-2 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. പക്ഷേ 1-2 പ്രാവശ്യം മാത്രം കണ്ട ആളിന് എങ്ങനെയാണ് റെക്കമെൻഡേഷൻ കൊടുക്കുക? അപ്പോൾ ഞാൻ അദ്ദേഹത്തെ ഇങ്ങനെ ചോദിച്ചു, ഇവിടെ എന്തൊക്കെയാണ് കാര്യങ്ങളെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ ചോദിച്ചു വീട്ടിൽ ആരൊക്കെയുണ്ട്? ഓ, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താ ഞാൻ മാത്രമേ ഉള്ളതെന്ന് ചോദിച്ചു. നാട് തിരുനെൽവേലിയിലാണ്, ഇപ്പോൾ താമസിക്കുന്നത് ഡൽഹിയിലാണ്. നാട്ടിൽ പോകാറുണ്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഇല്ല, നാട്ടിൽ പോകാറില്ല. 40 വർഷമായി ഞാനിപ്പോൾ ഡൽഹിയിലാണ് താമസിക്കുന്നത്. അപ്പോൾ ചോദിച്ചു വന്നപ്പോഴേ ഞാൻ ചോദിച്ചു, ഭാര്യ മരിച്ചിട്ട് 9 വർഷമായി. ഓ, 6 വർഷം അവർ രോഗക്കിടക്കയിൽ കിടന്നു. അവർക്ക് ജോലി ഉണ്ടായിരുന്നു. പെട്ടെന്നൊരു സ്ട്രോക്ക് വന്നതാണ്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, പക്ഷെ രക്ഷപ്പെട്ടില്ല. 6 വർഷം ഒരേ കിടക്ക കിടന്ന് 2016 മരിച്ചുപോയി എന്ന് പറഞ്ഞു. ഞാൻ ഒറ്റയ്ക്കാണ് സാറെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, വീട്ടിൽ ആരുണ്ട് വേറെ? അത് വേറൊരു സ്റ്റോറിയാണ് എന്ന് പറഞ്ഞു. 2 മക്കളുണ്ട്. മൂത്ത മകൻ കുടുംബമായി ജീവിക്കുന്നു. രണ്ടാമത്തെ മോൻ ബാംഗ്ലൂരിൽ ജോലി ചെയ്യായിരുന്നു. 29-ാമത്തെ വയസ്സിൽ ആക്സിഡൻറ്റിൽ 2 വർഷത്തിന് മുമ്പ് മരിച്ചുപോയി എന്ന് പറഞ്ഞു. എനിക്ക് വലിയ സങ്കടം തോന്നി. ഇത്രയും പറഞ്ഞിട്ട് അദ്ദേഹം എന്നെ നോക്കി ചിരിച്ചിട്ട് പറഞ്ഞു, ബട്ട് ഗോഡ് ഈസ് ഗുഡ്. എനിക്കത് മനസ്സിലായില്ല. ഞാൻ കസേരയിലൊന്ന് ചാഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞു, സോറി ബ്രദർ, ദാറ്റ് പാർട്ട് ഐ കുഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ്. യു ലോസ്റ്റ് എവരിതിങ്. യു ലോസ്റ്റ് യുവർ വൈഫ്, യു ലോസ്റ്റ് യുവർ സൺ, ബട്ട് സ്റ്റിൽ യു സേ ഗോഡ് ഈസ് ഗുഡ്. എല്ലാം നഷ്ടപ്പെട്ടവനായി ഒറ്റയ്ക്ക് ജീവിക്കുന്നു, എന്നിട്ടും പറയുന്നു ദൈവം നല്ലവനാ. ഹല്ലേലൂയ. ഇതാണ് ക്രിസ്തീയ ജീവിതം. ദിസ് ഈസ് ദ യുണീക്ക്നെസ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ്. അദ്ദേഹം പറയുന്നു, എല്ലാ ദിവസവും ഞാൻ ഓഫീസിൽ 9 മണിക്ക് വരും, 6 മണി വരെ ജോലി ചെയ്യണം. ഒത്തിരി പേര് പ്രാർത്ഥിക്കാൻ വരും. ഞാൻ ചോദിച്ചു, ഒരു ദിവസം എത്ര പേര് പ്രാർത്ഥിക്കാൻ വരും? മിനിമം 100 പേര് വരും. 100 പേര് മിനിമം ആ ഓഫീസിൽ വരും പ്രാർത്ഥിക്കാൻ. ഈ 100 പേർക്ക് വേണ്ടി ഇദ്ദേഹം പ്രാർത്ഥിച്ചയക്കും. എൻ്റെ ചോദ്യം, ഇദ്ദേഹം എന്താണ് പ്രാർത്ഥിക്കുന്നത്? എല്ലാം നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈസ് പ്രേയിങ് ഫോർ അതേഴ്സ്. ആത്മാർത്ഥതയുള്ള നിഷ്കളങ്കനായ 64 വയസ്സുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. നിഷ്കളങ്കനായ ഒരു മനുഷ്യൻ, ചിരിച്ചുകൊണ്ടിരിക്കുക. സ്റ്റിൽ ഗോഡ് ഈസ് ഗുഡ്. ദൈവം നല്ലവനാ. ഇതാണ് ക്രിസ്തീയത.
എനിക്ക് പ്രാർത്ഥിച്ചപ്പോൾ അത് കിട്ടി, ഇത് കിട്ടി, അങ്ങനെ കിട്ടി, ഇങ്ങനെ കിട്ടി, എല്ലാം അത്ഭുതങ്ങൾ നടന്നു, തൊരെ നടന്നു, അത് നടന്നു, ഇത് നടന്നു എന്നുള്ള വൈബ്രൻ്റായിട്ട് പറയുന്ന കുറേ സമൃദ്ധികൾ മാത്രമല്ല ക്രിസ്തീയത. കഷ്ടതയുടെ നടുവിലും ഉത്തരമില്ലാത്ത ചോദ്യങ്ങളുടെ നടുവിലും എൻ്റെ ദൈവം നല്ലവനാണ്. കഴിഞ്ഞ ആഴ്ച ഞാനിവിടെ പ്രസംഗിക്കാൻ വന്നപ്പോൾ വളരെ തകർന്നവനായിട്ടാണ് ഞാൻ വന്നത്. കഴിയുന്നതും ഞാനത് പുറത്ത് കാണിക്കാതിരിക്കാൻ ഒരുപാട് ശ്രമിച്ചു. അന്ന് രാവിലെ, കഴിഞ്ഞ സെക്കൻഡ് സാറ്റർഡേ രാവിലെ, തലേദിവസം രാത്രി 2 മണിക്കാണ് ഞാൻ എത്തിയത്. അതിരാവിലെ 7 മണി 7:30 മണിക്ക് ഞാൻ ഫോൺ ഓൺ ചെയ്തതും കോൾ, ഒരു വിളി വന്നു. ഫോൺ ഓൺ ചെയ്തതേ ഉള്ളൂ. എന്നിട്ട് പറഞ്ഞു, സാർ ഒരു പ്രത്യേക വിഷയം പ്രാർത്ഥിക്കണം, ഞങ്ങളുടെ CNIയുടെ പ്രധാനപ്പെട്ട ഒരാൾ വിളിക്കുകയാണ്. നമ്മുടെ മോഡറേറ്ററുടെ ഏക മകൻ മിസ്സിംഗ് ആണ്, കാണാനില്ല. ഒരു സ്ഥലത്ത് പോയതാണ്, ഇപ്പോൾ കാണുന്നില്ല. പോലീസ് പറഞ്ഞിരിക്കുന്നു അവൻ മിസ്സിംഗ് ആണ്. 29 വയസ്സ് പ്രായം, എൻ്റെ ഇളയ മോൻ്റെ പ്രായം. അവനെ എനിക്ക് ചെറുതിലേ അറിയാം, കാരണം ഞാൻ അവിടെ പോയി 2013 7:30 മണിക്ക് എന്നെ വിളിക്കുന്നു. കൂടെ 2-3 പേർ കൂടെ കുറച്ചുണ്ടായിരുന്നു. ബാംഗ്ലൂർ ഹംപി എന്ന സ്ഥലത്ത് വെച്ച് കാണാനില്ല എന്ന് പറയുന്നു. ഒരു 9 മണിക്ക് വിളിച്ച് പറയുന്നു, സാർ കണ്ടു കിട്ടി, പക്ഷേ വെള്ളത്തിൽ മരിച്ച് ബോഡിയാണ് കിട്ടിയത്. മോഡറേറ്റർ അങ്ങോട്ട് പോയിരിക്കുകയാണ്. വളരെ പ്രാർത്ഥിക്കുന്ന, എല്ലാ വെള്ളിയാഴ്ച ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന, നൊയമ്പ് കൃത്യമായി പാലിച്ച് പ്രാർത്ഥിക്കുന്ന, സഭയിൽ വലിയ ആത്മീയ ഉണർവുണ്ടാകണം എന്നാഗ്രഹിക്കുന്ന, എന്നെ ഓർഡൈൻ ചെയ്ത, എന്നെ ജനറൽ സെക്രട്ടറി ആക്കിയ ഒരു സ്പിരിച്വൽ ലീഡറാണ് മോഡറേറ്റർ. ഒരു പാവം എളിയ മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ മകനാണ്. ഒരേ ഒരു ആൺകുട്ടി, പിന്നെ ഒരു മകളുണ്ട്. മകളെ ചെറുതിലേ ദൈവവേലയിലാക്കി. അവൾ പാസ്റ്ററാണ്. BD പഠിച്ച് അവൾ ഓർഡൈൻ ചെയ്ത് അവൾ പാസ്റ്ററാണ്. ഈ മോനെയും ദൈവവേല ചെയ്യണമെന്ന് പറഞ്ഞ് അവന് BBAയും MBA ഒക്കെ പഠിപ്പിച്ചതാണ്. നല്ല മോനാണ്, നല്ല മോനാണ്, ഒരു അഴുക്ക സ്വഭാവമുള്ളവനല്ല. ഇപ്പോൾ പറയുന്നു അവൻ്റെ ബോഡി കിട്ടി. മോഡറേറ്റർ അങ്ങോട്ട് തിരിച്ചിരിക്കുകയാണ്. മോഡറേറ്റർ എങ്ങനെയാണ് വിളിക്കുക? ഞാൻ മോഡറേറ്റർ കൂടെയുള്ള മരുമകനെ വിളിച്ചു. അവൻ ഫോണിൽ കൂടെ പൊട്ടിക്കരയാണ്. അങ്കിൾ പൊട്ടിക്കരയുക. അവൻ നല്ല തൻ്റെ ഇടമുള്ള ഒരു ചെറുപ്പക്കാരനാണ്. ഈ മരുമകൻ അങ്ങനെയൊന്നും കരയണവനല്ല. എൻ്റെ മനസ്സ് വല്ലാതെ പതറി. പിന്നെ ഇങ്ങനെ ഫോൺ വന്നുകൊണ്ടിരിക്കുക. അവരും അവിടെ നിന്ന് ഇവിടെ നിന്നെല്ലാം ഫോൺ വരിക. ജനറൽ സെക്രട്ടറി എന്നുള്ള രീതിയിൽ ആൾക്കാർ എന്നോടേ ചോദിക്കുള്ളൂ, മോഡറേറ്ററുടെ മകൻ എങ്ങനെയാണ് മരിച്ചത്, എന്താണ് മരിച്ചത്? 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അറിയുന്നു അവനെ കൊന്നതാണ്. 3 പേര് ചേർന്ന് കൊന്ന് വെള്ളത്തിലിട്ടതാണ്. ഈ വാർത്ത അറിഞ്ഞറിഞ്ഞാണ് ഞാനിവിടെ പ്രസംഗിക്കാൻ വന്നത്. ഞാൻ പ്രസംഗം കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ഇവിടെ നിന്ന് പോയി. മീറ്റിംഗ് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം മോഡറേറ്റർ അടുത്ത് പോയി. ഒരാഴ്ച അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നു. ഞായറാഴ്ചയാണ് ബോഡി അടക്കം ചെയ്യാൻ പറ്റിയത്. തുറക്കാൻ പോലും കഴിയാതെ ആ ശരീരം അടക്കം ചെയ്തു. അമ്മ പൊട്ടിക്കരയാണ്. വലിയ പന്തലിട്ടു അടക്ക ശുശ്രൂഷയ്ക്ക് വേണ്ടി. അമ്മ പറയാൻ, എടാ നിൻ്റെ കല്യാണമാണെന്ന്, ഇത് ആൾക്കാരെല്ലാം വന്നിരിക്കുന്നു, നീ വാ, നീ എവിടെ പോയി? മോനെ സണ്ണി, നിൻ്റെ കല്യാണമാണെടാ, നീ വാ. ബോധം പോയി അമ്മയ്ക്ക്. അങ്ങനെ വിളിക്കുകയാണ് അവരെ, നിലവിളിക്കുക. ഒരാഴ്ച ഞാനും മിനിയും അവരെ വീട്ടിൽ പോയി നിന്നു. എന്തോ പറഞ്ഞ് ആശ്വസിപ്പിക്കാനാ. ഒരുപാട് ആൾക്കാർ കൂട്ടം കൂട്ടമായി വന്നു. ചിലരെല്ലാം കെട്ടിപ്പിടിച്ച് കരഞ്ഞു. നോ ആൻസർ. ഞങ്ങളവിടെ ചെന്നപ്പോഴേ ഈ മോഡറേറ്റർ എന്ന് പറയുന്ന ബിഷപ്പ്, 28 ബിഷപ്പന്മാരുടെ ബിഷപ്പാണ് മോഡറേറ്റർ എന്ന് പറഞ്ഞാൽ, അദ്ദേഹം ഇറങ്ങി വന്നു. അദ്ദേഹം 2 സെൻറ്റൻസ് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, സാർ, ദിസ് ഈസ് എക്സ്ട്രീം ടു മീ. ഇത് എക്സ്ട്രീമാണ്. രണ്ടാമത്തെ അദ്ദേഹം പറഞ്ഞു, ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവനാമം മഹത്വപ്പെടട്ടെ. ഗോഡ് ഗേവ് ആൻഡ് ഗോഡ് ടുക്ക് ഹിം അവേ, ലെറ്റ് ഹിസ് നെയിം ബി ഗ്ലോറിഫൈഡ്. ഇന്നലെ ആയിരുന്നു ആഗ്രയിൽ വെച്ച എൻ്റെ മെമ്മോറിയൽ പ്രെയർ. ഞാനായിരുന്നു പ്രസംഗം.
പ്രസംഗമൊക്കെ കഴിഞ്ഞ് മോഡറേറ്റർ എഴുന്നേറ്റ് താങ്ക്സ്, എല്ലാവർക്കും വോട്ട് ഓഫ് താങ്ക്സ് പറഞ്ഞു. സെൻറ്റ് ജോർജ് സിയനെ കത്തീഡ്രൽ നിറഞ്ഞ് കവിഞ്ഞ ജനമാണ്. ഇതേ വാക്ക് തന്നെ അദ്ദേഹം പറഞ്ഞു, ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവനാമം മഹത്വപ്പെടട്ടെ. ഇതാണ് ക്രിസ്തീയ ധൈര്യം, ക്രിസ്തീയ വിശ്വാസം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ രാത്രി ആഗ്രയിൽ നിന്ന് യാത്ര ചെയ്ത് ഡൽഹിയിലേക്കും ഇന്ന് രാവിലെ ഡൽഹിയിൽ നിന്ന് ഇവിടേക്കും എത്തിച്ചേർന്നത്. ഒരുപാട് ഇതുപോലെ അനുഭവങ്ങൾ നേരിട്ട് കാണുകയാണ് പ്രിയപ്പെട്ടവരെ. ആവേശവും ഊപിരിപ്പളമായ ബഹളവും ഒന്നുമല്ല ക്രിസ്തീയ ജീവിതം. ഒച്ച വയ്ക്കുന്നതോ ബഹളം വയ്ക്കുന്നതോ അല്ല. ടെസ്റ്റ് ചെയ്യുമ്പോൾ, പരിശോധിക്കുമ്പോൾ, ഹൃദയം നോവുമ്പോൾ, ഉത്തരമില്ലാത്ത ചോദ്യങ്ങളുമായി കഴിയേണ്ടി വരുമ്പോൾ, അപമാന ഭാരം കൊണ്ട് മനുഷ്യരുടെ മുമ്പിൽ തലകുനിച്ച് നിൽക്കേണ്ടി വരുമ്പോൾ നീ ദൈവത്തെ മുറുകെ പിടിക്കുമോ എന്ന് അറിയുന്നതാണ് ക്രിസ്തീയ ജീവിതം. ദാറ്റ് ഈസ് ക്രിസ്ത്യൻ ഫെയ്ത്ത്. ഹല്ലേലൂയ. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണേ. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണേ. ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ ലോകക്കാരെല്ലാരും കൈവേടിഞ്ഞിടുമ്പോൾ, ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ ലോകക്കാരെല്ലാരും കൈവേടിഞ്ഞിടുമ്പോൾ, സ്വന്തം സഹോദര തള്ളിക്കടയുമ്പോൾ യോസേഫിൻ ദൈവമൻ കൂട്ടാളിയാണ്. സ്വന്തം സഹോദര തള്ളിക്കളയുമ്പോൾ യോസേഫിൻ ദൈവമൻ കൂട്ടാളിയാണ്. മക്കൾ മരിക്കലും ദ്രവ്യം നശിക്കലും വല്ലഭമിത്രങ്ങൾ നിത്യം പഴിക്കലും. മക്കൾ മരിക്കലും ദ്രവ്യം നശിക്കലും വല്ലഭമിത്രങ്ങൾ നിത്യം പഴിക്കലും. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണേ. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ യാണേ. ഹല്ലേലൂയ. കരം ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഇതാണ് ക്രിസ്തീയ ജീവിതം. എല്ലാം കൂടെ ചേർന്നത്. അതിനകത്ത് നിലവിളിയുണ്ട്, സ്തുതിഗീതവും സ്തോത്രവുമുണ്ട്. ആമേൻ. ഹോശന്നയിൽ ഒരു നിലവിളിയുണ്ട്, അതേസമയം കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്ന ആരാധനയുമുണ്ട്. അതുകൊണ്ട് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ നമുക്ക് അർപ്പിക്കാം. ആമേൻ. പ്രാർത്ഥനകൾക്ക് മറുപടിയുണ്ട്, ചിലത് മറുപടി ഇല്ലാതെയുമുണ്ട്. എന്നാലും ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതെ സ്തോത്രത്തോടെ നമുക്ക് അർപ്പിക്കാം. ഹല്ലേലൂയ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കർത്താവിനെ ചുമന്ന ഈ കഴുതയ ഏതോ ഒരു ഗ്രാമത്തിൽ കെട്ടപ്പെട്ടിരിക്കുകയാണ്. മർക്കോസ് സുവിശേഷം 11:2
യേശു പറയുന്നത് ശ്രദ്ധിപ്പിൻ. അവിടെ പറയുകയാണ്, നിങ്ങൾ പോയി ആ കഴുതക്കുട്ടിയെ അഴിച്ചു കൊണ്ടുവരുവിൻ. അത് കെട്ടപ്പെട്ടിരിക്കുകയാണ്, ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. യേശുവിനെ കഴുത ചുമക്കണമെങ്കിൽ അത് അഴിക്കപ്പെടണം, സ്വതന്ത്രമാക്കപ്പെടണം. ക്രിസ്തുവിനെ വഹിക്കാൻ കഴിയുന്നതിന് മുൻപ് അതിനെ അഴിച്ചുവിടണമായിരുന്നു. പാപം, ഭയം അല്ലെങ്കിൽ ലൗകിക ആശങ്കകൾ എന്നിവയാൽ നാമും എങ്ങനെ ബന്ധിക്കപ്പെട്ടിരിക്കാമെന്നതിൻ്റെ പ്രതീകമാണത്. എന്നാൽ യേശു നമ്മെ വിളിക്കുമ്പോൾ യേശുവിനെ ഈ ലോകത്തിലേക്ക് കൊണ്ടുപോകാൻ, യേശുവിനെ വഹിക്കാൻ, യേശുവിൻ്റെ സാന്നിധ്യം വഹിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ അവിടെ നിന്ന് നമ്മെ സ്വതന്ത്രരാക്കുകയാണ്. പലരും അവരുടെ ഭൂതകാലവുമായോ അവരുടെ പരാജയങ്ങളുമായോ സമൂഹത്തിൻ്റെ സമ്മർദ്ദങ്ങളുമായോ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ശിഷ്യന്മാർ യേശുവിന് വേണ്ടി കഴുതയെ അഴിച്ചു വിട്ടതുപോലെ നമ്മെ പിന്നോട്ട് വലിക്കുന്ന എല്ലാറ്റിൽ നിന്നും സ്വതന്ത്രരാകാൻ യേശു ഇന്ന് പ്രഭാതത്തിൽ നമ്മെ വിളിക്കുകയാണ്. അങ്ങനെ നമുക്കും യേശുവിൻ്റെ സാന്നിധ്യം വഹിക്കാനും യേശുവിനെ സേവിക്കാനും കഴിയും. കർത്താവിന് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്. യേശുവിന് നിന്നെ ആവശ്യമുണ്ട്. നമ്മുടെ നെഞ്ചിൽ കൈവച്ചിട്ട് പറയാം, കർത്താവിന് എന്നെ ആവശ്യമുണ്ട്. കർത്താവിന് എന്നെ ആവശ്യമുണ്ട്. എൻ്റെ കുടുംബത്തിൽ ആരൊക്കെയുണ്ടോ അവരെല്ലാവരെയും കർത്താവിന് ആവശ്യമുണ്ടെന്ന് പറ. എൻ്റെ മകനെ, എൻ്റെ മകളെ, എൻ്റെ ഭാര്യയെ, എൻ്റെ ഭർത്താവിനെ, എൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ടോ അവരെ യേശുവിന് ആവശ്യമുണ്ടെന്ന് പറ. വിശ്വാസത്തോടെ പറ. യേശു പറഞ്ഞു, ആരെങ്കിലും ചോദിച്ചാൽ പറ, കർത്താവിന് നിനക്കൊണ്ട് ആവശ്യമുണ്ട്. ഹല്ലേലൂയ. ആരെങ്കിലും ചോദിച്ചാൽ പറ, കർത്താവിന് നിനക്കൊണ്ട് ആവശ്യമുണ്ട്. നിങ്ങളോട് ഞാൻ പറയുന്നു, ഈ ലോകത്തോട് പറ, യേശുവിന് എന്നെ ആവശ്യമുണ്ട്. ഈ ലോകത്തിന് എന്നെ വേണ്ടായിരിക്കാം, പക്ഷെ യേശുവിന് എന്നെ ആവശ്യമുണ്ട്. കഴുത കെട്ടിൽ നിന്ന് അഴിക്കപ്പെട്ടതുപോലെ നാമും കെട്ടിൽ നിന്ന് അഴിക്കപ്പെടണം. ഈ ലോക ചിന്തകൾ, ധനത്തിൻ്റെ ആഗ്രഹങ്ങൾ, പ്രലോഭനങ്ങൾ, ജഡചിന്തകൾ എന്നിവയിൽ നിന്നെല്ലാം സ്വതന്ത്രമായാലേ ഒരു കഴുതയാകാൻ, യേശുവിനെ വഹിക്കുന്ന ഒരു കഴുതയാകാൻ നമുക്ക് കഴിയൂ. എങ്ങനെയാണ് നമ്മൾ ഈ ലോകത്തിൻ്റെ കെട്ടുകളിൽ നിന്ന് സ്വതന്ത്രരാകുന്നത്? യോഹന്നാൻ 8:36 പറയുന്നു, പുത്രൻ സ്വാതന്ത്ര്യം വരുത്തിയാൽ അവൻ സാക്ഷാൽ സ്വതന്ത്രനാണ്. യേശുവിൻ്റെ നാമമാണ് നമ്മളെ സ്വതന്ത്രമാക്കുന്നത്. 2 യോഹന്നാൻ 8:31-32 പറയുന്നു, യേശുവിൻ്റെ ഉപദേശങ്ങൾ നമ്മളെ സ്വതന്ത്രമാക്കുന്നു. യേശു പറയുന്നു, സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. 2 കൊരിന്ത്യർ 3:17 പറയുന്നു, പരിശുദ്ധാത്മാവ് ഉള്ളെടുത്ത് സ്വാതന്ത്ര്യമുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മളെ സ്വതന്ത്രരാക്കുന്നു. യെശയ്യാവ് 10:27 പറയുന്നു, അഭിഷേകം നുകത്തെ തകർത്ത് കളയുന്നു. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ മേലുള്ള എല്ലാ നുകത്തിൻ്റെ അമിക്കയറുകളും അഴിഞ്ഞു പോകും. എൻ്റെ അനുഭവമാണത്. 1983 ഞാനൊരു പള്ളിയിൽ പ്രസംഗിക്കാൻ പോയി. ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഞാൻ പിന്നെയും പറയുകയാണ്. ഞാനന്ന് പ്രസംഗിച്ചത് യേശുക്രിസ്തുവിൻ്റെ 2ാം വരവിനെ കുറിച്ചായിരുന്നു. ശക്തമായിട്ടാണ് ഞാൻ പ്രസംഗിച്ചത്. പക്ഷെ പ്രസംഗം കഴിഞ്ഞപ്പോൾ ഒരാൾ എന്നോട് ഒന്ന് പറഞ്ഞു, താങ്കളുടെ പ്രസംഗം നല്ലതായിരുന്നു, പക്ഷെ ശക്തിയില്ലായിരുന്നു എന്ന് പറഞ്ഞു. 42 വർഷങ്ങൾക്ക് മുൻപാണ്. ഞാനന്ന് എഞ്ചിനീയറിംഗ് കോളേജിൽ 3ാം സെമിസ്റ്റർ പഠിക്കുകയാണ്. അപ്പോൾ എനിക്കത് കുറച്ച് വിഷമം തോന്നി. എന്തിനാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്? അദ്ദേഹം എന്നോട് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞു. ഒരു ദിവസമല്ല, 2 ദിവസമല്ല, പല ദിവസങ്ങൾ ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരുന്നു. ഒരു ദിവസം അതിനു വേണ്ടി ദൈവം ഒരവസരം എനിക്ക് ഒരുക്കി. എറണാകുളത്തുള്ള ഒരു കൂട്ടായ്മയിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എൻ്റെ മേൽ വന്നു. അന്യഭാഷകളിൽ ഞാൻ സംസാരിച്ചു. ദൈവത്തിൻ്റെ ശബ്ദം ഞാൻ കേട്ടു. വലിയ ദൈവശക്തി എൻ്റെ മേൽ വന്നു. അത് വെറും തോന്നലായിരുന്നില്ല. പിന്നെയുള്ള അനുഭവങ്ങളെല്ലാം സാധാരണ അനുഭവങ്ങളായിരുന്നില്ല.
പിന്നെയുള്ള അനുഭവങ്ങളെല്ലാം പ്രകൃത്യാതീത അനുഭവങ്ങളായിരുന്നു. ഞാൻ വിശ്വസിക്കുന്നത് ആ അനുഭവത്തിലൂടെ ഏറ്റവും ഇളയ മകനാണ് എൻ്റെ കുടുംബത്തിൽ ഞാൻ. പക്ഷെ ഞങ്ങളുടെ കുടുംബത്തിന് തന്നെ ഒരു സ്വാതന്ത്ര്യമുണ്ടായി. പൈശാചികമായ ഒരുപാട് കെട്ടുപാടുകൾ ഉണ്ടായിരുന്ന എൻ്റെ ഭവനത്തിന് ഒരു അഭിഷേകം മുഖത്തെ തകർക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള അനുഭവം ആദ്യമുണ്ടായത് എൻ്റെ കുടുംബത്തിൽ തന്നെയായിരുന്നു. അത് ഞാൻ നിമിത്തമല്ല, എൻ്റെ മേൽ വന്ന അഭിഷേകം നിമിത്തമായിരുന്നു. ഓരോരുത്തരെയും ദൈവം അഭിഷേകം ചെയ്തു. എൻ്റെ സഹോദരങ്ങളെ എല്ലാവരെയും ഓരോരുത്തരെയായി, എല്ലാവരെയും എന്ന് ഞാൻ പറയുന്നില്ല, ഓരോരുത്തരെയും പലരെയും അഭിഷേകം ചെയ്തു. അത് അവർക്ക് വലിയ വിടുതലിന് കാരണമായി തീർന്നു. പിന്നെ ഞാൻ പോകുന്ന സ്ഥലത്തെല്ലാം ജനങ്ങൾ അഭിഷേകം പ്രാപിക്കുന്നത് കാണാൻ തുടങ്ങി. അത് അവരുടെ ജീവിതത്തിൽ നിർണായകമായ വഴിത്തിരിവിന് കാരണമായി. ഒരിക്കൽ ഞാൻ കോളേജിൽ ക്ലാസ്സിന് പോയപ്പോൾ, അന്ന് സമരമാണ്, ക്ലാസ്സില്ല, എഞ്ചിനീയറിംഗ് കോളേജിൽ. എൻ്റെ സീനിയറായിട്ട്, എൻ്റെ 2 സെമിസ്റ്റർ സീനിയറായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന ഒരു സഹോദരൻ ചോദിച്ചു, നീ ഇന്ന് എവിടെ പോകുന്നു? ഞാൻ പറഞ്ഞു, ഇന്ന് ക്ലാസ്സില്ലല്ലോ, പിന്നെ എന്ത് ചെയ്യാം, നമുക്ക് വീട്ടിൽ പോകാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പോകാം. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടെ എൻ്റെ വീട്ടിൽ വന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അദ്ദേഹം ഒരു CSI ഉപദേശിയുടെ മകനാണ്. അദ്ദേഹം പറഞ്ഞു, ഒരു പുതിയ പാട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ, ഒരു പുതിയൊരു പാട്ട്. അന്ന് ആ പാട്ട് പരിശുദ്ധാത്മാവെ ശക്തി പകർന്നിടണേ എന്നുള്ള പാട്ടാണ്. എന്നിട്ട് ഈ പാട്ട് അദ്ദേഹം എനിക്കൊരു പറഞ്ഞു തന്നു. ഞാൻ പേപ്പറിൽ എഴുതിയെടുത്തു. അദ്ദേഹം എന്നെ പഠിപ്പിച്ചു, ഞാൻ പാടി. എൻ്റെ വീട്ടിലാണ്, എൻ്റെ വീടിനോട് ചേർന്നൊരു ചെറിയ പ്രാർത്ഥനാലയം ഉണ്ടായിരുന്നു. അവിടെ ഒരു സ്റ്റാൻസ പാടി, 2 സ്റ്റാൻസ പാടി, 3 സ്റ്റാൻസ പാടി. എൻ്റെ സീനിയറാണ്. എഞ്ചിനീയറിംഗ് കോളേജിൽ സീനിയേഴ്സ് എന്ന് പറഞ്ഞാൽ വലിയ വിലയാണ്. അങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ, ഇന്നങ്ങനെ വലിയ ഉണ്ടെന്ന് തോന്നുന്നില്ല, പാടിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവിനോട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ തലയിലോട്ടാൻ കൈവയ്ക്കാൻ പറഞ്ഞു. ഞാൻ അഭിഷേകം പ്രാപിച്ച കുറച്ച് നാളെ ആയിട്ടുള്ളൂ, ചെറിയ പയ്യനാ. അദ്ദേഹം എന്നെ പാട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഞാൻ അദ്ദേഹത്തിൻ്റെ തലയിലോട്ടാൻ കൈവച്ചു. ഈ പാട്ടങ്ങ് പാടി. CSI ഉപദേശിയാരുടെ അമ്മ അന്യഭാഷ പറയാൻ തുടങ്ങി. ദൈവത്തിൻ്റെ അഭിഷേകം ആ സഹോദരൻ്റെ മേൽ വന്നു, ശക്തമായി, ചെറിയ രീതിയിലല്ല, ശക്തമായി. ഞാൻ ഇന്നും ഓർക്കുകയാണ് അദ്ദേഹം എങ്ങനെയാണ് ആത്മാഭിഷേകം പ്രാപിച്ചതെന്ന്. ഇതുപോലെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ. ക്രിസ്ത്യാനി അല്ലാത്ത ഒരാളുടെ വീട്ടിൽ ഞാൻ ഒരിക്കൽ പോയി. ഒരു ചെറുപ്പക്കാരനോട് പറഞ്ഞു, സാറേ ഞാൻ കൂടെ നിങ്ങളോടൊപ്പം വരട്ടോ? ഞാൻ പറഞ്ഞു വരാൻ പറഞ്ഞു. ഒക്ടോബർ 2-ാം തീയതി ഗാന്ധി ജയന്തി. ക്രൈസ്റ്റ് ചർച്ച് സെൻറ്ററി ഹാളിൽ ഒരു മീറ്റിംഗ് നടക്കുകയാണ്. ആ മീറ്റിങ്ങിൽ അവൻ അറ്റൻഡ് ചെയ്തു. അന്നവൻ യേശുവിന് വേണ്ടി തൻ്റെ ജീവിതം സമർപ്പിച്ചു. മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്തുനിന്ന് പറഞ്ഞു, ഞാൻ ഇന്ന് യേശു നിശ്ചിതമായിട്ട് സ്വീകരിച്ചു. ഞാൻ പറഞ്ഞു വെരി ഗുഡ്. ഇനി എങ്ങോട്ട് പോകുന്നു? പറഞ്ഞു ഞാൻ തിരിച്ച് കൊല്ലത്ത് പോവുകയാണ്. ഞാൻ പറഞ്ഞു വേണ്ട, ഇപ്പം കൊല്ലത്ത് നീ പോണ്ട, എന്നോട് വരാൻ പറഞ്ഞു. എൻ്റെ കൂടെ വന്നു. എൻ്റെ വീട്ടിൽ ഞാൻ കൊണ്ടുപോയി ഭക്ഷണം കൊടുത്തു. രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ ഞാൻ പറഞ്ഞു ഉറങ്ങാൻ പറ്റില്ല, നമുക്ക് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അന്ന് യേശുവിൻ്റെ രക്ഷിതാവായി സ്വീകരിച്ച അന്ന് ആ സഹോദരൻ്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. ശക്തമായ ആത്മാഭിഷേകത്തോടെ ഇന്ന് അദ്ദേഹം ഒരു ശക്തനായ സുവിശേഷ പ്രസംഗകനാണ്. അടുത്തിടയ്ക്ക് എന്നെ വിളിച്ച് ഈ കഥ എന്നെ ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിച്ചു. എന്നോട് പറഞ്ഞു, ക്രൈസ്റ്റ് ചർച്ചിൽ വെച്ച് കണ്ടതും എന്നെ വിളിച്ചു കൊണ്ടുപോയതും പ്രാർത്ഥിച്ചതും ഒക്കെ എന്നോട് പറഞ്ഞു. എത്രയെത്ര അനുഭവങ്ങൾ പ്രിയപ്പെട്ടവരെ. അഭിഷേകം മുഖത്തെ തകർക്കും, അഭിഷേകം കെട്ടുകളെ അഴിക്കും. പരിശുദ്ധാത്മാവ് വന്നാൽ മാത്രമേ നിങ്ങളുടെ മേലുള്ള കെട്ടുകൾ അഴിയുകയുള്ളൂ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ വചനത്താലും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താലാണ് കെട്ടുകൾ അഴിയുന്നത്. അത് അഴിയപ്പെടാം. അത് അനുഭവിക്കുമ്പോഴേ തിരിച്ചറിയൂ. 1993 ഞാൻ നാഗ്പൂരിലേക്ക് പോയ സ്ഥലത്തെല്ലാം ദൈവം തൻ്റെ ആത്മാവിനെ ശക്തമായിട്ട് അയച്ചു. അനേകം പേർ അഭിഷേകം പ്രാപിച്ചു. ഒരുപാട് പേർ ദൈവവേലക്കാരായി തീർന്നു. അതിനുശേഷം ഞാൻ ചിദംബരത്തേക്ക് പോയി. അവിടെയും ഒരുപാട് പേർ ആത്മാഭിഷേകം പ്രാപിച്ചു. ഒരു സഭയുണ്ടായി, പിന്നെ അതൊരു ആശ്രമമായി മാറി. നാഗ്പൂരിലും ഒരു സഭയുണ്ടായി, ഒരു ആശ്രമമായി മാറി. കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് ആ ആശ്രമത്തിൻ്റെ വാർഷികമായിരുന്നു. 23ാമത് വാർഷികം.
98-ലാണ് ഞങ്ങളിവിടെ സ്ഥലം വാങ്ങിയത്. പക്ഷേ 2002-ലാണ് അവിടെ തറക്കല്ലിട്ട് പണി തുടങ്ങിയത്. 23ാമത് വാർഷികം. ഒരുപാട് പേര് വന്ന് സാക്ഷ്യം പറഞ്ഞു. ഒരുപാട് പേര് എങ്ങനെയാണ് ആദ്യകാലങ്ങളിൽ അവിടെ പ്രവർത്തിച്ചതെന്ന് സാക്ഷ്യം പറഞ്ഞു. അന്നത്തെ ആരാധനയിൽ ഒരു 350 പേരോളം പങ്കെടുത്തു. 350 മെമ്പേഴ്സ്. കേരളത്തിൽ നിന്നും പലരും വന്നിരുന്നു. 350 പേര് പങ്കെടുത്തതിൽ ഒരു ആള് പോലും പാരമ്പര്യ ക്രിസ്ത്യാനികളല്ല. ഒരാൾ പോലും ക്രിസ്ത്യാനിയല്ല. ബാക്കി എല്ലാവരും രക്ഷിക്കപ്പെട്ട് അവിടുത്തെ കൂട്ടായ്മകളിലൂടെ, അവിടുത്തെ മിഷണറി വേലയിലൂടെ സ്നാനപ്പെട്ട് ദൈവകൃപയിൽ വന്നവരാണ്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വരുത്തുന്ന മാറ്റമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. 2013 ഞാൻ ദൈവം അയച്ചതുകൊണ്ട് ഉൾബാനിയിലേക്ക് പോയി. അന്ന് തകർന്നു കിടക്കുന്നൊരവസ്ഥയായിരുന്നു. 2007 മുതൽ 10 വരെ നടന്ന ഏറ്റവും വലിയ ക്രൈസ്തവ പീഡനത്താൽ ആ മഹായിടവക തകർന്ന തരിപ്പണം അവസ്ഥയായിരുന്നു. പക്ഷെ ദൈവം അവിടെ ഒരു അഭിഷേകത്തെ അയച്ചു. ആ മഹായിടവകയെ ദൈവം റെസ്റ്റോർ ചെയ്തു, പുനരുദ്ധാരണം നടത്തി. അവിടെ ഒരു കത്തീഡ്രൽ പണിതു. 23 പള്ളികൾ അവിടെ 29 പള്ളികൾ പണിയാൻ ദൈവം സഹായിച്ചു. മറ്റ് പല സംഘടനകളും മുൻപിലേക്ക് വന്നു. 100-ലധികം പള്ളികൾ എല്ലാ സഭകളും കൂടെ ചേർന്ന് പണിതു. അവിടുത്തെ ബിഷപ്പ് ഒരു സാധാരണക്കാരനെ ദൈവം CNI സഭയുടെ മോഡറേറ്ററാക്കി ഉയർത്തി. കണ്ടമാളിൽ വലിയ ഉണർവ് ദൈവം കൊണ്ടുവന്നു. ഒരുപാട് പേര് ദൈവം തൻ്റെ വേലക്കാരായിട്ട് എഴുന്നേൽപ്പിച്ചു. ഇതെല്ലാം അഭിഷേകത്തിൽ സംഭവിക്കുന്നതാണ്. കണ്ടമാളിൽ പോയപ്പോഴും അവിടുത്തെ ഒരു വൈദിക ശുശ്രൂഷ ഞാൻ ഏറ്റെടുത്തപ്പോഴും ഒരുപാട് പേര് GMI വിട്ടുപോയി. എനിക്കെതിരെ സംസാരിച്ചു, എനിക്കെതിരെ എഴുത്തെഴുതി, സപ്പോർട്ടുകൾ നിർത്തി, എന്നെ പുച്ഛിച്ച് തള്ളി കളിയാക്കി പരിഹസിച്ച്, പച്ചമലയാളത്തിൽ പറഞ്ഞാൽ കീറി ഒട്ടിച്ചു. പക്ഷെ എനിക്കറിയാം ദൈവം എന്നെ അവിടെ അയച്ചതാണെന്നും അത് ദൈവത്തിൻ്റെ അഭിഷേകത്താൽ ദൈവം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുമെന്നും എനിക്കറിയാം. ദൈവം എന്നെ കൈവിട്ടില്ല. എന്നെ മലയാളികൾ, പ്രത്യേകിച്ച് GMIയിലുള്ള മലയാളികൾ കൈവിട്ടു. ഒരുപാട് പേര് കൈവിട്ടു, വലിച്ചെറിഞ്ഞിട്ട് പോയി, പലരെയും കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ഇവിടെയായി കൂട്ടായ്മ തുടങ്ങി, എനിക്കെതിരെ സംസാരിപ്പിച്ചു. ഒറ്റ കുറ്റമാണ് ഞാൻ ചെയ്തത്. എന്താണ് ചെയ്തത്? ഞാൻ അവിടെ പോയി വൈദികനായി പോലും. ഞാൻ അവിടെ പോയി വൈദികനായതല്ല. കണ്ടമാളിൽ വന്ന് കണ്ടവർക്കറിയാം, പാവപ്പെട്ട കുറേ സഭകൾ പണിയാൻ പോയതാ. ഞാൻ പോയത് അതിനുവേണ്ടി പോയതുമല്ല. യഥാർത്ഥത്തിൽ ദൈവം എന്നെ കൊണ്ട് പണിയിപ്പിച്ചതാണ്, ദൈവം ചെയ്യിപ്പിച്ചതാണ്. അത് അഭിഷേകത്താലാണ്. അവിടെയുള്ള ഒരുപാട് അച്ഛന്മാർ അഭിഷേകം പ്രാപിച്ചു. ഒരുപാട് വേലക്കാർ അന്യഭാഷകളിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. എന്താണ് ഉപവാസ പ്രാർത്ഥന എന്നവർ പഠിച്ചു. ഇന്ത്യയിലെ ഏറ്റവും വലിയ, ഭൂമിശാസ്ത്രപരമായി ഏറ്റവും വലിയ പ്രൊട്ടസ്റ്റന്റ് സഭയായ ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യയിൽ സിനഡ് തലത്തിൽ ഉപവാസ പ്രാർത്ഥനകൾ ആരംഭിച്ചു. ഇന്ന് വർഷത്തിൽ 2 പ്രാവശ്യം ഉപവാസ പ്രാർത്ഥനയായി ഒരുമിച്ച് കൂടി ബിഷപ്പുമാർ വരെ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നു. അഭിഷേകം വരുത്തുന്ന മാറ്റമാണത്. സാധാരണക്കാരനത് മനസ്സിലാവില്ല, മനസ്സിലാക്കാൻ പ്രയാസമാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ആ കാരണത്തിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. മിഷൻ ട്രെയിനിങ് പ്രോഗ്രാം അവിടെ ആരംഭിച്ചു ഞാൻ. എല്ലാ മാസവും, എവരി മന്ത്, എല്ലാ മാസവും പല മഹാടവുകളിൽ നിന്ന് ആൾക്കാരെ എടുത്ത് മിഷണറി ട്രെയിനിങ് തുടങ്ങാൻ ദൈവം കൃപ ചെയ്തു. കഴിഞ്ഞ മാസവും നടത്തി, ഈ മാസവും നടക്കുന്നു. അതിന് നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള ആൾക്കാർ വന്ന് ട്രെയിനിങ് കൊടുക്കുന്നു, അവരെ പ്രാർത്ഥിച്ചയക്കുന്നു. 1-ാം നൂറ്റാണ്ടിൽ എന്താണോ കർത്താവ് ചെയ്യാൻ പറഞ്ഞത് അത് ചെയ്യുന്നു. ഇത് അഭിഷേകത്തിൽ നിന്നുണ്ടായതാണ്. പ്രിയപ്പെട്ടവരെ, പോകുന്ന സ്ഥലത്തെല്ലാം ജനം അത്ഭുതങ്ങളെ കാണുന്നു. ഓരോരുത്തർ വന്ന് അത്ഭുത സാക്ഷ്യങ്ങളെ പറയുന്നു. എൻ്റെ ക്യാബിനിൽ വരുന്നവർ പറയുന്നു, അത്ഭുത അനുഭവങ്ങളെ പറയുന്നു. വരുന്നിടത്തൊക്കെ ഞാൻ പറയുന്നു, നമുക്ക് അഭിഷേകത്തിലുള്ള ശുശ്രൂഷകളാണ് ആവശ്യം. കഴിഞ്ഞ ദിവസം ഒരു ബിഷപ്പ് എൻ്റെ ക്യാബിനിൽ വന്നു. എന്നോട് പറഞ്ഞു, സാർ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് താമസിക്കാറുണ്ട്. രാത്രിയിൽ എന്താണ് പരിപാടി? ഞാൻ പറഞ്ഞു, എന്താണ് ബിഷപ്പ് അങ്ങനെ ചോദിച്ചത്? എൻ്റെ അടുത്ത് പറഞ്ഞു, രാത്രിയിൽ നമുക്ക് രാത്രി മുഴുവനും പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? രാത്രി മുഴുവനും ഇരുന്ന് അവിടുത്തെ മുറികളിൽ കുടിക്കുമായിരുന്നു. ഒരു കാലത്ത് അവിടെ വരുന്നവർ കുടിക്കുമായിരുന്നു. എല്ലാ മുറിയിലും ഞാൻ ബോർഡ് വെച്ചു, നോ ലിക്വർ പ്ലീസ്. ഒരു ബിഷപ്പ് ഒന്ന് ചോദിക്കുകയാണ്, നമുക്ക് രാത്രി മുഴുവനും പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ. അഭിഷേകം വരുത്തുന്ന മാറ്റം.
ചിലർ ധരിക്കുന്നത് ചില ആൾക്കാർക്ക് മാത്രമേ അഭിഷേകം ഇറങ്ങൂ, വ്യാപരിക്കൂ എന്നാണ്. ചില സഭകൾക്ക് മാത്രമേ ഇത് ഉള്ളൂ എന്നാണ്. ഞാനൊരു ചെയിൻ പ്രാർത്ഥന ആരംഭിച്ചു. കഴിഞ്ഞ മാർച്ച് 5 മുതൽ ആഷ് വെഡ്നസ്ഡേ മുതൽ എല്ലാ ദിവസവും ഡെയിലി ഓൺലൈനിൽ ഒരു പ്രെയർ തുടങ്ങി. സിനഡ് തലത്തിൽ എല്ലാ ദിവസവും 100ഓളം പേര് രാത്രി വന്നുകൂടി. ഓരോ ദിവസം ഓരോ ഡയോസിസിന് കൊടുത്തു. ഓരോ ദിവസവും 4-5 ബിഷപ്പുമാർ ചേർന്ന് ആ പ്രാർത്ഥന നടത്തുന്നു. മനഃപൂർവ്വം ഞാൻ ഇതുവരെ ആ ഓൺലൈൻ പ്രെയറിൽ കയറിയില്ല. കാരണം ആരും ധരിക്കരുത് ഇത് GS-ന് എന്തോ ചെയ്യാൻ വേണ്ടി തുടങ്ങിയ ഒരു പരിപാടിയാണെന്ന്. കാരണം നിങ്ങളെപ്പോലുള്ളവരല്ല, GMA-യിലുള്ളവരെ പോലെ ചില ഉള്ളവർ അവിടെയുണ്ട്. അവർ വേണമെങ്കിൽ പറയും ഇത് ഇങ്ങേർക്ക് വേണ്ടി എന്തോ ഉണ്ടാക്കിയതാണെന്ന്. അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം ഓൺലൈനിൽ ഇതുവരെ കയറിയില്ല. ദൈവം എന്നെ കയറ്റിയില്ല. പക്ഷെ എല്ലാ ദിവസവും ആ പ്രാർത്ഥന നടക്കും. ഞാൻ മോണിറ്റർ ചെയ്യുന്നു. അത് ഞാൻ ഏൽപ്പിച്ചവരോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു, എത്ര പേരിന്ന് പങ്കെടുത്തു. ഡെയിലി നടക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. ഉണർവ്, റിവൈവൽ, ഈസ്റ്റർ വരെ നടക്കും. അത് ആദ്യമായിട്ടാണ് ഇതെല്ലാം നടക്കുന്നത്. പ്രാർത്ഥന. ഇവിടെ ഒരു സഭയിൽ, അങ്ങനെ ഒരു സഭ പോലും ഇല്ലാത്ത അവസ്ഥയിൽ കേസ് നടക്കുക. പ്രാർത്ഥന ഇല്ലായ്മയാണ് അതിന് കാരണം. അഭിഷേകം വരുത്തുന്ന മാറ്റമാണ്. അഭിഷേകം വരുമ്പോഴാണ് കെട്ടുകൾ അഴിയുന്നത്. അഭിഷേകം വരുന്നാൽ മാത്രമേ കെട്ടുകൾ അഴിയൂ. ഞാൻ എല്ലാ സഹോദരിമാരോടും എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോടും പ്രത്യേകിച്ച് ദൈവവേലക്കാരായവരോട് പറയട്ടെ, അഭിഷേകത്തിൻ്റെ രഹസ്യം നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ കയ്യുയർത്തിയേ. ഇപ്പം പറഞ്ഞുതരാം ഞാൻ. അഭിഷേകത്തിൻ്റെ ഫ്രഷ്നെസ്സിൽ നിങ്ങൾക്കിരിക്കണം എന്ന് ആഗ്രഹമുണ്ടോ? ആഗ്രഹമുള്ളവർ ഒന്ന് കയ്യുയർത്തിയേ. അഭിഷേകത്തിൻ്റെ ഫ്രഷ്നെസ്സിൽ, അതിൻ്റെ ആ ഹരിതത്വത്തിൽ നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ ഒരുപാട് പേര്, ഏകദേശം പേരും കയ്യുയർത്തിയിരിക്കുന്നു. നിങ്ങൾ ചെയ്യേണ്ട ഒരൊറ്റ കാര്യം, അന്യഭാഷയിൽ പ്രാർത്ഥിക്കുക. The more you pray in tongues, അന്യഭാഷകളിൽ നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ, വീട്ടിലിരിക്കുമ്പോൾ, ജോലി ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കാൻ സമയം മാറ്റിവെച്ച് the more you pray, പൗലൂസ് പറയുന്നു, അന്യഭാഷകളിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീയ വർധന വരുത്തുന്നു. അന്യഭാഷകളിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നത്. ആരും തിരിച്ചറിയുന്നില്ല. അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് ഞാൻ മറ്റുള്ള എല്ലാവരിലും അധികം അന്യഭാഷകളിൽ സംസാരിക്കുന്നു. പൗലൂസ് പറയുന്നതാണ്, ഞാനല്ല. ശ്രദ്ധിക്കുക, അന്യഭാഷ സംസാരിക്കുമ്പോൾ കൈയടിക്കണമെന്നില്ല. ഇപ്പം കൈയടിച്ചുകൊണ്ട് തെറ്റൊന്നുമില്ല, നിങ്ങളെ കുറ്റം പറഞ്ഞതല്ല. അന്യഭാഷ പ്രാർത്ഥിക്കുമ്പോൾ കൈയടിക്കണമെന്നില്ല. അന്യഭാഷ പ്രാർത്ഥിക്കുമ്പോൾ ശരീരം അനക്കണമെന്നില്ല. അന്യഭാഷ പ്രാർത്ഥിക്കുമ്പോൾ തുള്ളണമെന്നില്ല. അതെല്ലാം ഒരു പിശാചിൻ്റെ തന്ത്രമാണ്. കാരണം അങ്ങനെ ചെയ്താലേ അന്യഭാഷ പ്രാർത്ഥിക്കാൻ പറ്റൂ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 മിനിറ്റോ 3 മിനിറ്റോ 10 മിനിറ്റോ അന്യഭാഷ പ്രാർത്ഥിക്കാൻ പറ്റൂ. കൈയ്യടി നിൽക്കുമ്പോൾ എല്ലാം നിൽക്കും. നോ. നിങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, നിങ്ങൾ വീട്ടിൽ പണിയെടുക്കുമ്പോഴും, നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും നിങ്ങൾക്ക് അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ പറ്റും. പ്രാർത്ഥിക്കണം. അറിഞ്ഞാൽ പോരാ. നിങ്ങൾക്കറിയാം ഈ സത്യം, പക്ഷെ പ്രാർത്ഥിക്കാറില്ല. നമുക്ക് പെട്ടെന്ന് മുൻപിലേക്ക് കുറച്ചുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. കഴുത യേശുവിനെ യെരുശലേമിലേക്ക് കൊണ്ടുപോയി. ജനങ്ങളുടെ അടുക്കിലേക്ക് ആ കഴുത യേശുവിനെ കൊണ്ടുവന്നു. നമുക്കും നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ സമൂഹങ്ങളിലേക്ക്, ജോലി സ്ഥലങ്ങളിലേക്ക് യേശുവിനെ വഹിക്കാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. കഴുത എതിർക്കുകയോ പരാതിപ്പെടുകയോ ചെയ്യാൻ സാധ്യതയില്ല. മറിച്ച് താഴ്മയോടെ അതിന് കൊടുത്ത ദിവ്യഭാരം, ആ ഡിവൈൻ ബേർഡൻ, ആ ഡിവൈൻ ലോഡ് അത് വഹിച്ചു. നമ്മളും അത് ചെയ്യാൻ തയ്യാറാണോ? യേശുവിനെ വഹിക്കുക എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ പഠിപ്പിക്കൽക്കനുസരിച്ച് ജീവിക്കുക എന്നർത്ഥം. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ യേശുവിൻ്റെ സ്നേഹവും ദയയും സത്യവും പ്രതിഫലിപ്പിക്കുക എന്നർത്ഥം. നിസ്വാർത്ഥമായി മറ്റുള്ളവരെ സേവിക്കുക എന്നർത്ഥം. യേശു വന്നത് സേവിക്കപ്പെടാനല്ല, സേവിക്കാനാണ്.
നാമും എളിമയോടെ സേവിക്കണം. സുവിശേഷം പങ്കിടണം. കഴുത യേശുവിനെ ശാരീരികമായി വഹിച്ചുകൊണ്ടുപോയതുപോലെ നാമും യേശുവിൻ്റെ സന്ദേശം ഈ ലോകത്തിലേക്ക് എത്തിക്കണം. യേശുവിനെ വഹിച്ചുകൊണ്ട് കഴുത യെരുശലേമിൽ വന്നു. 10 കാര്യങ്ങൾ അത് നടന്നു. 10 കാര്യങ്ങൾ. അതിനെ പറയുന്നത് യേശുവിൻ്റെ ശുശ്രൂഷയുടെ ക്ലൈമാക്സ് എന്നാണ്. 10 കാര്യം വിശദമായിട്ട് പറഞ്ഞാൽ ഒരുപാട് സമയമെടുക്കും. 10 കാര്യവും കൂടെ 3 മിനിറ്റിൽ പറയാം. 1, യെരുശലേം ദേവാലയം ശുദ്ധീകരിക്കപ്പെട്ടു. ഹല്ലേലൂയ, യേശു ശുദ്ധീകരിച്ചു. 2, യെരുശലേം ദേവാലയത്തിലിരുന്ന് യേശു പഠിപ്പിച്ചു. 3, അന്നാണ് അത്തിയെ ശപിക്കുകയും അതിൽ നിന്നൊരു പാഠം പഠിപ്പിക്കുകയും ചെയ്തു. 4, മത നേതാക്കന്മാർക്കെതിരെ യേശു ശക്തമായി വലിയ പ്രഭാഷണം നടത്തി. 5, കപടഭക്തിയെ നിശിതമായി വിമർശിച്ചു, ഒരധ്യായം മുഴുവനും. 6, അന്ത്യകാല ലക്ഷണങ്ങളെ യേശു പ്രവചിച്ചു. 7, അന്ത്യ അത്താഴം നടത്തി. 8, ഗദശമനയിൽ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന യേശുവിൻ്റെ മഹാപുരോഹിത പ്രാർത്ഥനയായിരുന്നു. 9, യേശു ഒറ്റിക്കൊടുക്കപ്പെട്ടു, അറസ്റ്റ് ചെയ്യപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു. 10, മരണത്തിൽ നിന്ന് യേശു ഉയർത്തെഴുന്നേറ്റു. ഇത്രയും 10 കാര്യങ്ങൾ യെരുശലേമിൽ സംഭവിക്കാൻ കൊണ്ടുവന്നതാണ് യേശുവിനെ കഴുത യെരുശലേമിലേക്ക്. ഹല്ലേലൂയ. യേശുവിൻ്റെ വലിയ ശുശ്രൂഷയ്ക്കായി യേശുവിനെ വഹിക്കാനായിട്ടുള്ള വലിയൊരു ആഹ്വാനമാണ് ഈ പ്രഭാതത്തിൽ ദൈവം നമുക്ക് തരുന്നത്. ഇങ്ങനെ യേശുവിൻ്റെ ജീവിതത്തിൻ്റെ അതിപ്രധാനപ്പെട്ട അന്ത്യകാല ശുശ്രൂഷകൾക്കായി കഴുത പ്രയോജനപ്പെട്ടതുപോലെ നിങ്ങളും പ്രയോജനപ്പെടാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കഴുതയെപ്പോലെ നമ്മളെല്ലാവരും നിന്ദിക്കപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കാം. ജീവിതകാലം മുഴുവൻ ആർക്കൊക്കെയോ വേണ്ടി ഭാരം ചുമന്നുകൊണ്ട് ജീവിക്കുന്ന വ്യക്തിയായിരിക്കാം. യേശുവിനായി നമുക്ക് സമർപ്പിക്കാം. നിങ്ങളുടെ അവസ്ഥയെയും കർത്താവ് മാറ്റും. വലിയ കാര്യങ്ങൾക്കായി, ക്ലൈമാക്സിനെ കാണാൻ പോകുന്നതേ ഉള്ളൂ. ഹല്ലേലൂയ. ദൈവം ഉപയോഗിക്കും. ശിഷ്യന്മാർ യേശുവിന് വേണ്ടി കഴുതയെ അഴിച്ചതുപോലെ നമ്മെ പിന്നോട്ട് വലിക്കുന്ന എല്ലാറ്റിൽ നിന്നും സ്വതന്ത്രരാകാൻ യേശു നമ്മെ വിളിക്കുകയാണ്. അങ്ങനെ നമുക്കും യേശുവിനെ വഹിക്കാൻ കഴിയും. കർത്താവിന് നിന്നെക്കൊണ്ട് ആവശ്യമുണ്ട്. GMIയുടെ എത്രയോ ശുശ്രൂഷകൾ, വൈവിധ്യമാർന്ന ശുശ്രൂഷകൾ ചെയ്യാൻ എത്രയോ പ്രവർത്തകർ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നു. ശുശ്രൂഷകൾക്കായി ദൈവം നമ്മളെയും വിളിക്കുന്നു. ഈ കഴുതയുമായി ബന്ധപ്പെട്ട് ഒരു കഥയുണ്ട്. അത് പറയാതിരുന്നാൽ ഇന്നത്തെ പ്രസംഗം അവസാനിക്കില്ല. അങ്ങനെ അതിരാവിലെ കഴുത നഗരത്തിലേക്ക് തിരികെ നടന്നു. അന്നത്തെ ദിവസം കഴിഞ്ഞു. അകത്ത് കയറിയപ്പോൾ വീണ്ടും ആർപ്പ് വിളിയും ഈന്തപ്പനയുടെ ശാഖകളും പ്രതീക്ഷിച്ച് അന്ന് കഴുത തല ഉയർത്തി നിന്നു. പിറ്റേ ദിവസം എന്നാൽ ഇത്തവണ കാര്യങ്ങൾ വ്യത്യസ്തമായിരുന്നു. ചന്തസ്ഥലത്തുള്ള ആളുകൾ അവൻ്റെ മുൻപിൽ കുമ്പിട്ടില്ല. ആരും ഹോശന്ന എന്ന് വിളിച്ചു പറഞ്ഞില്ല. പകരം ചില വ്യാപാരികൾ, ചില കടക്കാർ കോപത്തോടെ ആ കഴുതയെ ഓടിച്ചു. മണ്ടൻ കഴുതേ, ഇവിടുന്ന് പോകൂ എന്ന് ആക്രോശിച്ചുകൊണ്ട് മറ്റുള്ളവർ അവൻ്റെ നേരെ കല്ലെറിഞ്ഞു. ആശയക്കുഴപ്പത്തിലും ഹൃദയഭേദകമായും കഴുത തൻ്റെ അമ്മയുടെ അടുക്കിലേക്ക് ഓടി. കഴുത പറഞ്ഞു, അമ്മ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അവൻ കരഞ്ഞു. ഇന്നലെ അവർ എന്നെ ഒരു രാജാവിനെ പോലെയാണ് പെരുമാറിയത്. ഇന്ന് അവരെന്നെ അടിച്ചു, എന്നെ ഓടിക്കുകയാണ്. എന്താണ് സംഭവിച്ചത്? അവൻ്റെ അമ്മ സൗമ്യമായി അവനോട് മറുപടി പറഞ്ഞു, മോനെ, നീ കണ്ടില്ലേ, ഇന്നലെ നീ യേശുവിനെ ചുമന്നുകൊണ്ടാണ് അവിടെ പോയത്. അവർ നിന്നെയല്ല ബഹുമാനിച്ചത്, യേശുവിനെയാണ്, നിന്നെയല്ല. യേശുവിനെ കൂടാതെ നീ വെറും ഒരു സാധാരണ കഴുത മാത്രമാണ്. ചിലപ്പോൾ ആൾക്കാർ ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഇത്രയും നിങ്ങൾ ബഹുമാനിക്കപ്പെടുന്നത്?
യേശു നിങ്ങളിലുള്ളത് കൊണ്ടാണ്. അഹങ്കാരം കൊണ്ട് യേശു ഇറങ്ങിപ്പോയാൽ, യേശുവില്ലാതെ ഇനിയും എനിക്ക് ബഹുമാനം കിട്ടും എന്ന് കരുതിയാൽ നമ്മൾ തെറ്റിപ്പോയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ. ഉറപ്പ് വരുത്തേണ്ടത് വി മസ്റ്റ് മേക്ക് ഷുവർ, എപ്പോഴും ഉറപ്പ് വരുത്തേണ്ടത് ഞാൻ യേശുവിനെ വഹിച്ചുകൊണ്ടിരിക്കണം എന്നാണ്. ഹല്ലേലൂയ. എന്നോട് ചിലർ ചോദിക്കാറുണ്ട്, എന്താണ് ഈ DJ എന്ന്? DJ അജിത് കുമാർ. എൻ്റെ അപ്പനും അമ്മയും എനിക്കങ്ങനെ പേരിട്ടപ്പോൾ അതിന് അർത്ഥമുണ്ട്. തീർച്ചയായിട്ടും എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും പേരിൻ്റെ ആദ്യ അക്ഷരമാണ്. പക്ഷെ ഞാൻ പറയാറുണ്ട്, DJ എന്ന് പറഞ്ഞാൽ D stands for donkey and J stands for Jesus. DJ means donkey of Jesus. യേശുവിൻ്റെ കഴുതയാണ് ഞാൻ എന്ന് പലരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. പഴയ കാലത്ത് ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഇന്നെല്ലാം ഓൺലൈനാണ്. നമ്മൾ പറഞ്ഞു കൊടുക്കണം, സാർ D for, ആൾക്കാർ പറയും ഡൽഹി, ഞാൻ പറയും D for ഡോങ്കി, J for ജയ്പൂർ എന്നാണ് സാധാരണ പറയുന്നത്. ഞാൻ പറയും J for ജീസസ്. അപ്പോൾ അവർ ചിരിക്കും, അടുത്ത ഫോണിൽ സംസാരിക്കുന്നവർ. വാട്ട് സാർ ഇറ്റ് ഈസ് D for ഡോങ്കി, J for ജീസസ്. യെസ്, ഡോങ്കി ഓഫ് ജീസസ് എന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഞാനൊരു പുസ്തകം, എന്നെക്കുറിച്ചുള്ള ഒരു ആത്മകഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇതെഴുതി പൂർത്തിയിരിക്കുമ്പോൾ ഞാൻ ആ പുസ്തകത്തിന് കൊടുത്തിരിക്കുന്ന പേരും ഡോങ്കി ഓഫ് ജീസസ് എന്നാണ്. യേശുവിനെ വഹിക്കുന്ന ഒരു കഴുത. എൻ്റെ പ്രാർത്ഥന അതാണ്, കർത്താവേ, അങ്ങേ വഹിക്കുന്നത് കൊണ്ട് മാത്രമാണ് ആൾക്കാർ എന്നെ മാനിക്കുന്നത്. അങ്ങൊരിക്കലും എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാൻ ഇടയാകരുതേ. താഴ്മയോടും വിനയത്തോടും അവസാനത്തെ ശ്വാസം വരെയും എനിക്കെല്ലാമായ യേശുവേ, അങ്ങേ വഹിച്ചുകൊണ്ടിരിക്കാൻ കൃപ തരണമേ. ലളിതവും എന്നാൽ ആഴമേറിയതുമായ ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് നിർണായകമായ ഒരു പാഠമാണ്. യേശുവില്ലാതെ നമ്മളൊന്നുമില്ല. കഴുത ആരായിരുന്നു എന്നതിലല്ല, മറിച്ച് രാജാധിരാജാവിനെ വഹിച്ചു എന്നതുകൊണ്ടാണ് അത് ബഹുമാനിക്കപ്പെട്ടത്. അതുപോലെ നമ്മുടെ ജീവിതത്തിലെ മൂല്യവും ലക്ഷ്യവും ലഭിക്കുന്നത് നമ്മുടെ ഉള്ളിൽ ക്രിസ്തുവിനെ വഹിക്കുന്നതിലൂടെയാണ്. നാം യേശുവിനോടൊപ്പം നടക്കുമ്പോൾ ആളുകൾ യേശുവിൻ്റെ വെളിച്ചവും യേശുവിൻ്റെ കൃപയും യേശുവിൻ്റെ സ്നേഹവും നമ്മിൽ കാണും. യേശുവില്ലാതെ നമ്മുടെ സ്വന്തം ശക്തിയിൽ ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ നാം ദുർബലരും അപ്രധാനരുമാണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. യോഹന്നാൻ 15:5 യേശു പറഞ്ഞു, ഞാൻ മുന്തിരിവള്ളിയാണ്, നിങ്ങൾ കൊമ്പുകളാണ്. നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ വളരെ ഫലം കായ്ക്കും. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. നമ്മുടെ ഹൃദയങ്ങളിൽ ക്രിസ്തുവിനെ വഹിക്കാൻ നമുക്കെപ്പോഴും ഓർപ്പിക്കാം. നമുക്കായി മഹത്വം തേടുകയല്ല, മറിച്ച് ആളുകളെ യേശുവിലേക്ക് നയിക്കാൻ നമുക്ക് ശ്രമിക്കാം.